അൽഹംദുലില്ലാഹ്, വിശ്വാസികൾ 5 നേരം പള്ളിയിൽ പോയി അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്, അവന് കുമ്പിടുന്നവരാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ ഉടനീളം പടച്ചവനുമായി ബന്ധപ്പെട്ട അള്ളാഹുവിനോട് ചേർത്ത് നിൽക്കുന്ന, അവനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായും ഉള്ളത്. പടച്ചവനെ മാറ്റി നിർത്തി അള്ളാഹുവിനെ, സൃഷ്ടാവിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു നിമിഷം പോലും ചിലപ്പോൾ നമ്മൾ കൃത്യമായി ചിന്തിച്ചാൽ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാം അറിയാതെ നമ്മുടെ കണ്ണിമകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മറ്റു പ്രവർത്തനങ്ങളിലാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിലെ ധമനികളിലും ശരീരങ്ങളിലെ സിരകളിലും ഞരമ്പുകളിലും രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും പടച്ചവൻ നമ്മുടെ ഹൃദയത്തിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള വൃക്കകൾ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, ശുചീകരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മൾ ഗാഢമായ ഉറക്കിലാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ യഥാർത്ഥമായ രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ പടച്ചവനെ മാറ്റി നിർത്തി അള്ളാഹുവിനെ, അവന്റെ സ്മരണയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സെക്കൻഡ് പോലും യഥാർത്ഥമായ വിശ്വാസിയുടെ ജീവിതത്തിൽ ഊഹിക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുകയാണ്. ഉറക്കെന്ന് പറയുന്നത് മരണത്തിന്റെ പാതിയാണ്. നമ്മളറിയാതെ പലരും ഉറക്കിൽ മരിച്ചുപോയ കഥകൾ കേട്ടിട്ടുണ്ട്. ഉറക്കിലെ മരണങ്ങൾ, ചിലപ്പോൾ ആ മരണങ്ങളെ സൈലന്റ് അറ്റാക്കുകൾ എന്ന് നാം ഓമന പേരിട്ട് വിളിക്കും. ചില മരണങ്ങൾ, ആ മരണങ്ങളെ നമ്മൾ കുഴഞ്ഞു വീണ് മരണങ്ങളാണെന്ന് വിളിക്കാറുള്ളത്. ചില മരണങ്ങൾ മരിച്ചിട്ട് കുഴഞ്ഞു വീണതുണ്ട്. സ്വാഭാവികമായും മരിച്ചത് കൊണ്ടാണ്, ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയത് കൊണ്ടാണ് പലരും കുഴഞ്ഞു വീഴുന്നത്, അല്ലാതെ കുഴഞ്ഞു വീണത് കൊണ്ട് മരിക്കുന്നതല്ല. തീർച്ചയായും ഒരാൾ രാവിലെ എഴുന്നേൽക്കുകയാണ്, സുബഹിക്ക് മുന്നേ, പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുന്നേ, അന്നം തേടി പറവകൾ വിഹായുസിൽ പറക്കുന്നതിന് മുന്നേ, രോമകൂപങ്ങളെല്ലാം തട്ടിക്കുടഞ്ഞ് ആട്ടിൻപറ്റങ്ങൾ കൂടുകളിൽ നിന്ന് ഉണരുന്നതിന് മുന്നേ, കോഴികൾ കൊക്കൊക്കോ എന്ന് കൂക്കുന്നതിന് മുന്നേ, അള്ളാഹുവിനെ പേടിച്ച് ഉറക്കിൽ നിന്ന്, ശീതീകരിച്ച റൂമിൽ നിന്ന് പുതപ്പ് മാറ്റി കുടുംബത്തെ മാറ്റിവെച്ച് അംഗസ്നാനം ചെയ്ത് ബാത്റൂമിൽ നിന്ന് വുളുവെടുത്ത് നിസ്കാരപ്പായിലേക്ക് പോയി പടച്ചവനെ കുമ്പിട്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു വിശ്വാസിയുടെ ജീവിതക്രമങ്ങൾ, അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ ചൊല്ലേണ്ട ചില സദ്വചനങ്ങളുണ്ട്. ആ സദ്വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ഒരു വിശ്വാസി ഉറക്കിൽ നിന്ന് ഉണർന്നു വരുന്നത്. ആ ഉറക്കിൽ ഉണർന്നു വന്നവൻ ബാത്റൂമിലേക്ക് ഇടതുകാൽ എടുത്തു വെക്കുമ്പോൾ പറയേണ്ട ചില സദ്വചനങ്ങളുണ്ട്, ദിക്റുകളുണ്ട്. അവിടെ നിന്ന് ശരീരത്തിൽ കഴിഞ്ഞ രാത്രി 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് കിടന്നുറങ്ങിയ മനുഷ്യന്റെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വിസർജ്യ വസ്തുക്കളുണ്ട്. ചിലപ്പോൾ അത് യൂറിനാവാം, മൂത്രമാവാം. ആ മൂത്രം ശരീരത്തിൽ അതിന്റെ ഡബ്ബയിൽ, അതിന്റെ പാത്രത്തിൽ കെട്ടിക്കിടക്കുകയാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്. ആ സുഖത്തിന്റെ ശേഷം മനുഷ്യൻ ഇന്ന ദിക്റുകൾ, ഇന്ന വചനങ്ങൾ പറഞ്ഞ് പടച്ചവനെ ഓർക്കണമെന്ന് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുകയാണ്. അതും കഴിഞ്ഞ് വലതുകാല് വെച്ച് ബാത്റൂമിൽ നിന്ന് എഴുന്നേറ്റ് അവൻ ഉളുവെടുക്കുമ്പോൾ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ,
മുൻകൈ കഴുകുമ്പോൾ, കൈകാലുകൾ കഴുകുമ്പോൾ, ശരീരത്തിന്റെ ഉളുവിന്റെ അവയവങ്ങളെല്ലാം കഴുകുമ്പോൾ പറഞ്ഞു തീർക്കേണ്ട ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറയുന്നുണ്ട്. നിസ്കാരത്തിലേക്ക് കടന്നാൽ ആ നിസ്കാര സമയത്ത് അല്ലാഹു അക്ബർ എന്ന് ഉരുവിട്ടുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിസ്കാരത്തിലായാൽ പിന്നീട് അല്ലാഹുവുമായുള്ള അഭിമുഖ സംഭാഷണമാണ്. അങ്ങനെ തുടങ്ങി നിസ്കാരം കഴിഞ്ഞ് വീണ്ടവൻ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, ദിക്റുകൾ ചെയ്യുകയാണ്. തീൻമേശയിൽ ചായയും കടിയും വന്നിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചായ കുടിക്കേണ്ടത്, വെള്ളം ഇറക്കേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത്. കുടിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയാതെ വിശ്വാസി എഴുന്നേൽക്കാൻ പാടില്ല. അതിനുശേഷം അവൻ ഡ്രസ് അണിയുമ്പോൾ, അവൻ മുടി ചീകുമ്പോൾ, അത്തറ് പുരട്ടുമ്പോൾ, ഇടതുകാല് വെച്ച് അവൻ വീട്ടിൽ നിന്ന് ചെരുപ്പണിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതിനു മുന്നേ വാഹനം പുറപ്പെടാൻ നോക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി ദിക്റില്ലാതെ, അള്ളാഹുവിനെ സ്മരിക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ പടച്ചവനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓർക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സെക്കൻഡ് പോലും അവന്റെ ജീവിതത്തിൽ കഴിയില്ല. പിന്നെ നമ്മിൽ പലരും അതൊന്നും തീരെ ശ്രദ്ധിക്കാത്തവരാണ്. എല്ലാം അറിയാം, പക്ഷെ പലരും അശ്രദ്ധവാന്മാരാണ്. ഈ അശ്രദ്ധയുള്ള സമയത്ത് നമ്മൾ പടച്ചവനെ സ്മരിക്കാതിരിക്കുമ്പോൾ, അതിസ്പീഡിൽ ഓഫീസിൽ 10 മണിക്ക് എത്തണം, 9:55 വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് വിടാനുള്ള ശ്രമത്തിനിടയിൽ ദിക്റുകൾ മറന്നു പോവുകയാണ്. അവിടെയാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലാതിരിക്കുകയാണ്. അപ്പോഴാണ് അപശബ്ദങ്ങളും അബദ്ധമായ നിമിഷങ്ങളും വന്നു ചേരുന്നത്. ഇങ്ങനെ നമ്മെ പടച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാതെ ഒരു വിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് പോവാൻ പാടില്ല. കാരണം അവൻ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത യജമാനനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്കെല്ലാ കഴിവുകളും നൽകിയത്. നാം ഇപ്പോൾ ഈ പ്രകാശങ്ങളെ കാണുകയാണ് പടച്ചവൻ നൽകിയിട്ടുള്ള കണ്ണുകളെ കൊണ്ടാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് റബ്ബ് നമുക്ക് നൽകിയ കാതുകളെ കൊണ്ടാണ്. ഞാനിവിടുന്ന് പറയുന്ന ഓരോ വചനങ്ങളും നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കുകയും ആ കാതുകൾ ഉടൻ ബ്രെയിനിന് സന്ദേശം നൽകുകയും അതിലൂടെ നമ്മൾ നേരത്തെ കേട്ടതും മറഞ്ഞതുമായ വ്യക്തികളെ, ആശയങ്ങളെ, സ്ഥലങ്ങളെ, സംഭവങ്ങളെ പറയുമ്പോൾ അത് മുഴുവനും നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ മനോമുഖരത്തിലേക്ക് ഓടിയെത്തുകയാണ്. മാഷാ അല്ലാഹ്, ഒരു അമേരിക്കൻ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു UAE യാത്ര നടത്തിയെങ്കിൽ ആ ഫ്ലൈറ്റ് നമ്മുടെ മനോമുഖരത്തിലേക്ക് വരികയാണ്. അവിടെയുള്ള എയർപോർട്ട് വരികയാണ്. ദുബൈ മുഴുവനും നമ്മുടെ കൺമുന്നിലേക്ക് വരികയാണ്. മാഷാ അല്ലാഹ്, ഉംറക്ക് പോയാൽ, ഹജ്ജിന് പോയാൽ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നു. ജിദ്ദ മുഴുവനും നമ്മുടെ കൽബിലേക്ക് വരികയാണ്. അവിടെയുള്ള ഹാജിമാര് വരികയാണ്. മിന, മുസ്ദലിഫ, ജംറാത്ത് എല്ലാം നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരുന്ന നാഥനാരാണ്? തീർച്ചയായും അല്ലാഹ് മാത്രമാണ്. ആ പടച്ചവൻ നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയെങ്കിൽ അതെല്ലാം പടച്ചവൻ ചോദിക്കാതെ നൽകിയ അനുഗ്രഹങ്ങളാണ്. നമ്മൾ ജനിച്ചിട്ട് പടച്ചവനോട് നിസ്കാരത്തിന് ശേഷം ചോദിച്ചു വാങ്ങിയതല്ല നമ്മുടെ കണ്ണുകൾ, നാം നേർച്ചയാക്കിയിട്ട് കിട്ടിയതല്ല നമ്മുടെ കാതുകൾ, നമുക്ക് നടക്കാനുള്ള കഴിവുകൾ നൽകിയത് നമ്മൾ സംഭാവന കൊടുത്തിട്ട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടാക്കിയതല്ല. ഇതെല്ലാം നേരത്തെ പടച്ചവൻ ഫിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. മഹാഭൂരിഭാഗം സൃഷ്ടികളിലും വളരെ അപൂർവം ആളുകൾക്ക് പടച്ചവൻ ജന്മനാ ചില വൈകല്യങ്ങൾ നൽകി. അതവർക്ക് അതിലേറെ അനുഗ്രഹങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെല്ലാം ചോദിക്കാതെ നമുക്ക് നൽകിയെങ്കിൽ
യജമാനനായ റബ്ബ് ചോദിച്ചാൽ എന്തെല്ലാം നമുക്ക് നൽകും. ഉദൂനി, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഈ വായതിന്റെ സദസ്സിൽ, പ്രഭാഷണത്തിന്റെ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ മനസ്സോടുകൂടെയാണ് ഇരിക്കേണ്ടത്. വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഖുതുബായി ഖതീബ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ദിക്റുകൾ ചൊല്ലാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, സംസാരം തീരെ പാടില്ല. ആ സമയത്ത് പ്രാർത്ഥനാ മനസ്സോടുകൂടെ ഇരിക്കണം. എന്നിട്ട് രണ്ട് ഖുതുബക്കിടയിൽ പ്രത്യേകമായ ഒരു സമയമുണ്ട്, അത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അള്ളാഹുവിനൊരു രീതിശാസ്ത്രമുണ്ട്. അതെന്താണ്? നിങ്ങൾ ചോദിച്ചോളൂ തരാമെന്നാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മളോട് വല്ലതും ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ താല്പര്യമാണ്. ചോദിക്കാതെയും കൊടുക്കാൻ പലരും താല്പര്യപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചോദ്യം ആഗ്രഹിക്കുന്നവനാണ്. അവൻ ചോദിക്കുന്നവർക്ക് വാരിക്കോരി നൽകാറുണ്ട്, കൊടുക്കുന്നവർക്കും നൽകാറുണ്ട്. അങ്ങനെ പടച്ചവൻ വദൂദാണ്, ലത്തീഫാണ്, ഒരുപാട് കൊടുതിയുള്ള ആളാണ് പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്, ലോകത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് സൗന്ദര്യങ്ങൾ, ഒരുപാട് സൗരഭ്യങ്ങൾ, അതെല്ലാം വിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യങ്ങളായി നമ്മൾ കാണണം. നിങ്ങൾ നോക്കൂ, നമ്മൾ കുടുംബ വ്യവസ്ഥതയിലൂടെയാണ് ജീവിച്ചു പോരുന്നത്. ഇവിടെ ഒരുമിച്ച് കൂടിയവരെല്ലാവരും ഒന്നുകിൽ ഉപ്പയാവാം, അല്ലെങ്കിൽ ഉമ്മയാവാം, ജ്യേഷ്ഠനോ അനുജനോ മക്കളോ ഭാര്യയോ എല്ലാമാവാം. പലരും എല്ലാമാവും. നമ്മളെല്ലാവരും മക്കളായി ജനിച്ചവരാണ്, ഉപ്പയായവരാണ്. പെൺകുട്ടികളായി ജനിച്ചവരാണ്, ഉമ്മയായവരാണ്. ഏതെങ്കിലും ഒരു സഹോദരന്റെ സഹോദരിയാവാം, ജ്യേഷ്ഠനാവാം, അനുപനാവാം. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഈ കുടുംബജീവിതം എങ്ങാനും നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഏതോ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും കുട്ടിയായി പ്രസവിച്ചു വീണു. നമ്മൾ അങ്ങനെ നടന്നു. ഭാര്യയില്ല, മക്കളില്ല, ജ്യേഷ്ഠനെ കുറിച്ച് അറിയില്ല, അനുജനെ കുറിച്ച് പരിചയമില്ല, കുടുംബത്തിലെ ആരെ അറിയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് വീണുപോയാൽ ആശ്രയമായി നമുക്ക് ആരാ ഉള്ളത്? ആരും ഉണ്ടാവില്ല. അപ്പൊ കുടുംബജീവിതം നമുക്ക് നൽകുന്നത് മനസ്സിന് സമാധാനമാണ്, അല്ലേ? മനസ്സിന് സമാധാനമാണ്. വീട്ടിലൊന്ന് എത്തി കിട്ടിയാൽ എല്ലാ ടെൻഷനും മാറും, ബിസിനസ് ടെൻഷൻ മാറും, അന്നത്തെ നഷ്ടങ്ങൾ മാറും. എല്ലാ ചിന്തയും മാറ്റിവെച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി പോവുക. വീട്ടിലെത്തിയാൽ കുട്ടികൾ ഓടി വന്ന് ഈശപരതും കയ്യിൽ നോക്കും, എന്തിനാണ്, മിഠായി ഉണ്ടോ, വേറെന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അവരുടെ കുസൃതി ചോദ്യങ്ങളും അവരുടെ സംസാരവും കേൾക്കുമ്പോ മനസ്സിന് വല്ലാത്ത കുളിരാണ്. ആ വീടിന് പറയുന്ന പേര് തന്നെ മസ്കൻ, സമാധാനത്തിന്റെ കേന്ദ്രം എന്നാണ്, ശാന്തിയുടെ ഭവനം എന്നാണ്. ആ വീട് ഒരു കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള ഒന്നാണ്. സ്വാഭാവികമായും ആ കുടുംബ ബന്ധം അള്ളാഹു നൽകിയ വിശുദ്ധ ഇസ്ലാമിന്റെ സൗരഭ്യമാണ്. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, കുടുംബ ബന്ധം മുറിച്ച ഒരാൾ സ്വർഗത്തിൽ കടക്കൂല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ഉപ്പയോട് ബന്ധം മുറിച്ച ആൾ, ഉമ്മയോട് ബന്ധം മുറിച്ചു പോയവർ, അങ്ങനെ തുടങ്ങി ബന്ധങ്ങളെ മുറിച്ച ആളുകൾ സ്വർഗത്തിൽ കടക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ കുടുംബ ബന്ധം ചേർക്കുന്ന ആൾക്ക് അള്ളാഹു നൽകുന്ന വലിയ സമാധാനമുണ്ട്. നിങ്ങൾക്കറിയോ, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന ആശ്വാസ വചനങ്ങളുണ്ട്, വിശദീകരിക്കുന്നില്ല. ആശ്വാസ വചനങ്ങളിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് ഇഖ്റഇന്റെ സന്ദേശം കേട്ട് ഹിറാ ഗുഹയുടെ മലയിൽ നിന്ന് ജബലുൽ നൂർ താഴേക്ക് ഇറങ്ങി വന്ന് ജമ്മിലൂനി പുതപ്പിട്ട് മൂടണമെന്ന് ഭാര്യയോട് അപേക്ഷിച്ച് ആ സമയം വിവർണനായി, വിഷണ്ണനായി, പനി ബാധിച്ച്, ശീതം പിടിച്ച്, കുളിരി വന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് ചേർത്ത് പിടിക്കാനും പുതപ്പിട്ട് മൂടാനും പറഞ്ഞ സാഹചര്യത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തഴുകിത്തലോടി തന്റെ മാറോട് ചേർത്ത് വെച്ച് ബെഡ്റൂമിൽ കൊണ്ടുപോയി തഴുകിത്തലോടി പറയുന്ന വാക്കുകൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത് കല്ല വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, കല്ല വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ. അറബികൾ സ്വാഭാവികമായും എന്ത് പറയുമ്പോഴും അല്ലാഹനെ പടച്ചാണ് പറയുക, അല്ലാഹനെ പറഞ്ഞിട്ടാണ് പറയുക. വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, പടച്ചോ നിങ്ങളെ കൈവിടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം ഇന്നക ലതസിലുർ റഹ്മ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ബാപ്പ മരിച്ചുപോയി, 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠനില്ല, അനുജനില്ല, ആരുമില്ല, പൂർണ്ണനായ യതീമാണ്. അങ്ങനെ പൂർണ്ണനായ യതീമിനെ സംരക്ഷിച്ചു പോന്നു മൂത്താപ്പ. ആ യതീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പിന്നെ ഒരു അത്താണിയായി വരുന്നത് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തന്നെയാണ്. ആ ഖദീജ റളിയല്ലാഹു അൻഹ വന്നപ്പോഴാണല്ലോ കുടുംബവും മക്കളൊക്കെ ഉണ്ടാവുന്നത്. അതിനു മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കായുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഓടി നടന്ന് അവിടെ ഡൈവോഴ്സ് ചെയ്യപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ ചേർത്ത് പിടിക്കാൻ, തെറ്റി നിൽക്കുന്ന മാതാപിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകരുടെ മൊഴിനാദങ്ങളായി വന്നിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകൾ ഏതെങ്കിലും സമയത്തോ മൈക്ക് കെട്ടിയിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മാത്രമല്ല, പിന്നെന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ നടപ്പാക്കിയിട്ടുള്ള പരിഷ്കരണങ്ങളാണ്. കുടുംബബന്ധം ശിഥിലമായ മക്കായുടെ തെരുവോരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് അദാലത്തുകൾ വെച്ച് ആ അദാലത്തിലൂടെ നിരവധി കുടുംബങ്ങൾ തെറ്റിപ്പിരിഞ്ഞ് പരസ്പരം ശണ്ട കൂടിയിട്ടുണ്ടായിരുന്ന കുടുംബങ്ങൾ, നിസ്സാര കാര്യങ്ങൾക്ക് അടുത്ത വീട്ടിലെ, അടുത്ത കുടുംബത്തിലെ പറമ്പിലേക്ക് ഒട്ടകക്കുട്ടി കയറിപ്പോയി എവിടെ നിന്ന് വൃക്ഷലതാദികൾ തിന്നതിന്റെ പേരിൽ രക്തരൂക്ഷിത വിപ്ലവം വർഷങ്ങളോളം നടത്തിയിട്ടുള്ള അറബി കുടുംബങ്ങളെ വിളക്കി ചേർക്കാൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയാണ്, നിങ്ങൾ കുടുംബബന്ധം മുറിക്കരുത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ് നമ്മോട് പഠിപ്പിക്കുന്നത്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കരുത്. ഒരുപാട് കുടുംബങ്ങളിൽ സന്തോഷത്തിന്റെ പൂമഴ പെയ്യിപ്പിച്ച് അവർക്കിടയിൽ ആനന്ദത്തിന്റെ അലിയുലികൾ ഉണ്ടാക്കിയ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക രാജ്യത്ത് കുടുംബബന്ധം ചേർത്തിയ വലിയ നേതാവാണ്, സാമൂഹിക പരിഷ്കർത്താവാണെന്ന് പറയുന്നത് ആരാണ്? മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ആധുനിക സമൂഹത്തിൽ കുടുംബബന്ധങ്ങൾക്ക് തീരെയും വിലയില്ല. കുടുംബബന്ധം ശിഥിലമായാലും പ്രശ്നമില്ല, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്ന സാർത്ഥമായ മനസ്സിന്റെ ഉടമകളായി ആധുനിക ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം അങ്ങനെ, രണ്ടാമത്തെ ഒരു വിഭാഗം പഠിച്ച് അത്യാവശ്യം വിവരം വെക്കുമ്പോഴത്തേക്കും, വിവേകമല്ല, വിവരം വെക്കുമ്പോഴത്തേക്കും അവർക്ക് കുടുംബം ആവശ്യമില്ല. ലിബറൽ ചിന്താഗതികളുമായി സ്വതന്ത്ര ചിന്തകളുമായി വന്നിട്ടുള്ള ചില ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സമൂഹത്തിൽ ഭീഷണാത്മകമായ അന്തരീക്ഷം ഉയർത്തുന്നുണ്ട്. എനിക്കറിയുന്ന എന്റെ സുഹൃത്തിന്റെ 24 വയസ്സുള്ള ഒരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയോട് പലവട്ടങ്ങളിലായി രക്ഷിതാവ് പറഞ്ഞത്രേ, മകളെ കല്യാണം കഴിക്കണ്ടേ, ഒരു ഭർത്താവിനെ നോക്കണ്ടേ, താല്പര്യമില്ലത്രേ. താല്പര്യമില്ലെന്ന കുട്ടി പറഞ്ഞിട്ടില്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു മൗന സമ്മതങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലുമില്ല, അതിന് മനസ്സ് വെക്കുന്നില്ല. നമ്മൾ അറിയണം, നമ്മുടെ മക്കൾ 20 വയസ്സ് കഴിഞ്ഞാൽ ആ മക്കളെ കെട്ടിച്ചയക്കേണ്ട ബാധ്യത രക്ഷിതാവിനുണ്ട്. ഈ അടുത്ത് മഹാനായ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ കോളേജിൽ പഠിച്ച് ബിരുദമെടുത്ത്
ഡിഗ്രി പാസ്സായിട്ട് തിരിപ്പ് വീട്ടിലേക്ക് പോകുന്ന സഹോദരിമാരെയും അവരുടെ രക്ഷിതാക്കളെയും വിളിച്ചിട്ട് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടൊരു ഉപദേശമുണ്ട്. ആ ഉപദേശം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. നൂറുകണക്കിന് രക്ഷിതാക്കളും അവരുടെ വിദ്യാർത്ഥികളും മക്കളൊക്കെ പങ്കെടുത്ത സദസ്സിൽ വെച്ച് ഖലീൽ ബുഖാരി തങ്ങൾ ലോകം ചുറ്റിക്കറങ്ങി അനുഭവ സമ്പത്തും പഠന സമ്പത്തും ഉള്ള ഖലീൽ തങ്ങൾ പറയാണ്, മക്കളെ നിങ്ങൾ എത്രയോ കാലം പഠിപ്പിച്ചോളൂ, എത്രയോ ഉന്നതമായ വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് നൽകിക്കോളൂ. ഇസ്ലാം അതിനെതിരല്ല, ശരീഅത്തിനെതിരല്ല. പക്ഷേ മക്കളെ 20 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കണം. അവർക്കൊരു ആശ്രയം ഉണ്ടാവണം. ആ ആശ്രയം നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് നിക്കാഹ് ചെയ്യിപ്പിച്ചിട്ട് കൂട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ അവരെ കല്യാണം കഴിപ്പിക്കണം എന്ന് ഖലീൽ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്യാമ്പസിന്റെ മുറ്റങ്ങൾ അലോസരമായിക്കൊണ്ടിരിക്കുകയാണ്. കോളേജ് ക്യാമ്പസുകൾ അരുതായ്മയുടെ വേദികളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ക്യാമ്പസിന്റെയും ഹോസ്റ്റലിന്റെയും സമീപത്തുള്ള ജ്യൂസ് കടയിലും ഹോട്ടലുകളിലും കയറിക്കൂടാത്ത അവസ്ഥ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോളേജല്ലേ, അത് MBBS പഠിക്കുന്ന, അല്ലെങ്കിൽ MBA പഠിക്കുന്ന, അല്ലെങ്കിൽ ഉയർന്ന ഗ്രാജുവേഷൻ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് തള്ളരുത്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന ഹൈസ്കൂളുകളുടെ മുറ്റത്ത് പോലും ഓരത്ത് പോലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ചിലപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊന്നും അവരെ കെട്ടിച്ചയക്കാനൊന്നും പറ്റില്ല. പക്ഷേ വിശുദ്ധ ഇസ്ലാമിന് ഒരു മാനദണ്ഡമുണ്ട്, ഒരു മാർഗദർശനമുണ്ട്. ആ മക്കളെ ഒരു പ്രായമെത്തിയാൽ അവരെ കെട്ടിച്ചു വിടണം. അതിന് ഇന്ത്യയുടെ നിയമങ്ങളൊക്കെ അനുശാസിക്കുന്ന രീതിയിൽ 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു തോഴനെ, ഒരു കൂട്ടുകാരനെ നാം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ അവർ തെറ്റിന്റെ ആളുകളാവുകയില്ല. പക്ഷേ പുതിയ കാലത്ത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ പോലും അവർ അരുതായ്മയുടെ ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിന്റെ വിധാതാക്കളായി മാറുന്ന സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കുടുംബം വേണ്ട. 18 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടി ഉപ്പനോട് പറയാണ്, ഉപ്പ എനിക്ക് കല്യാണം വേണ്ട. നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, ഇസ്ലാമിക ചിട്ടകളൊക്കെ പാലിക്കുന്ന ഒരു കുട്ടി എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും, ആ കുട്ടി തസവൂഫിന്റെ മേഖലയിൽ, ആ കുട്ടി ഔലിയാക്ക് പഠിക്കണം തോന്നും. പക്ഷേ ആ കുട്ടിയിൽ ഒരു ലിബറൽ ചിന്താഗതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേടിക്കേണ്ടതാണ്. ലിബറൽ ചിന്താഗതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കുടുംബബന്ധം വേണ്ട എന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ചിന്തകളിൽ, മനോതലങ്ങളിൽ ലിബറൽ സ്വതന്ത്ര ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളറിയോ, യൂറോപ്യൻ രാജ്യങ്ങളിൽ കല്യാണം വേണ്ട, കുടുംബബന്ധങ്ങൾ വേണ്ട, സ്നേഹങ്ങൾ മാത്രം മതി, കൊടുക്കലുകളും കൊള്ളലുകളും മാത്രം മതി. ഏതെങ്കിലും പെൺകുട്ടികളെ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് അവർ ഒരേ ബെഡിൽ ഒരേ റൂമിൽ മാസങ്ങളോളം വർഷങ്ങളോളം കിടന്നുറങ്ങുന്നു. എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ അവരെ തെരുവുകളിലേക്ക് സ്വതന്ത്രമായി പറഞ്ഞുവിടുന്ന കാലിത്തൊഴുത്തിലെ സംസ്കാരങ്ങളായി ആധുനിക യൂറോപ്യൻ രാജ്യങ്ങളിലെ സംസ്കാരങ്ങൾ മാറുമ്പോൾ നമുക്ക് വിശുദ്ധ ഇസ്ലാം മനുഷ്യന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള മാർഗദർശനങ്ങളിൽ മഹത്തായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ചര്യയായി വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചതാണ് വൈവാഹിക ജീവിതം. ആ വൈവാഹിക ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നത് മനസ്സിന് സമാധാനമാണ്, നമ്മൾ നന്നാവാനുള്ള ഘടകമാണ്. ആ ഘടകമാണ് നന്നാവാനുള്ള ഏറ്റവും വലിയ മാർഗം നീ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാർഗമായ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കലാണ്. അങ്ങനെ നീ കടന്നാൽ നിന്റെ ജീവിതത്തിലെ 3 പ്രധാന ഘടകങ്ങളിൽ 2ൽ നീ വീട്ടിക്കഴിഞ്ഞു എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇടയിലൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. SYSന്റെ പ്രവർത്തകർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. മറ്റുള്ള നാട്ടുകാരും സുഹൃത്തുക്കളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുചര്യയായ വൈവാഹിക ജീവിതത്തെ
കല്യാണത്തെ, നിക്കാഹിന്റെ വേദികളെ തോന്നിവാസങ്ങളുടെ, അതിരുതായ്മയുടെ, തെമ്മാടിത്തരങ്ങളുടെ വേദികളാക്കി നാട്ടുകാർ മുഴുവനും പറയിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ടേണിംഗ് പോയിന്റിനെ മലീമസമാക്കാനുള്ള ചില കുതന്ത്രങ്ങൾ ഇപ്പോൾ നാടുനീളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കൾ തന്റെ ഇടമുള്ള ഉപ്പമ പ്രതികരിക്കേണ്ട സമയമാണ്. തന്റെ ഇടമുള്ള മഹല്ല് ഭാരവാഹികൾ ഉണർന്നടിക്കേണ്ട സമയമാണ്. നമ്മളെപ്പോലുള്ള സന്നദ്ധ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ഉത്ബോധനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റാണ് നിക്കാഹിന്റെ വേള. ആ നിക്കാഹിന്റെ വേള മാന്യമായി ഭാര്യയും ഭർത്താവും പുതിയാപ്പളയും പുതിയ പെണ്ണിന്റെ ഉപ്പയും കൈകൊടുത്ത് ഒരു അമാനത്തായി ഭാര്യ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ആ ഭാര്യയും പുതിയ പെണ്ണും പുതിയാപ്പളയും തെരുവിലൂടെ ആക്രോശങ്ങൾ നടത്തി പോവുകയാണ്. അതിനെ എല്ലാ നിലയിലും മ്ലേച്ഛമായ അന്തരീക്ഷത്തിൽ പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ നിക്കാഹിന്റെ ധർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആ ധർമ്മങ്ങളെ അള്ളാന്റെ ഹബീബ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നോ, ആ സഹാബിയുടെ മുഖത്തൊരു വെളിച്ചമുണ്ട്, കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്, ഒരു അത്തറിന്റെ മണമുണ്ട്. സഹാബിയോട് റസൂലുള്ള ചോദിച്ചു, എന്താ മുഖത്തൊരു പ്രകാശം, എന്താണ് സന്തോഷത്തിന്റെ ഒരു രശ്മികൾ? ആ സഹാബി പറഞ്ഞു, റസൂലേ, എന്റെ നിക്കാഹ് ഇന്നലെയായിരുന്നു നിക്കാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അറിയാതെ ആ സഹാബി ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരമായ ചര്യയായ നിക്കാഹിനെ നാട്ടിലെ പേക്കൂത്തുകളുടെ, ആഘോഷങ്ങളുടെ, തോന്നിവാസങ്ങളുടെ, തമ്മാടിത്തരങ്ങളുടെ വേദികളാക്കി നമ്മൾ വിവാഹ വേളകൾ മാറ്റുകയാണെങ്കിൽ അതിലൊരു ബറക്കത്തും ഉണ്ടാവൂല. ദിവസേന ഇറങ്ങുന്ന പത്രങ്ങളുടെ, ക്ലാസുകളുടെ പരസ്യങ്ങളിൽ നിങ്ങൾ ചില പരസ്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. ആ പരസ്യങ്ങളുടെ വാചകം ഇങ്ങനെയാവാം: തന്റേതല്ലാത്ത കാരണത്താൽ വൈവാഹിക ബന്ധം ഒഴിവാക്കിയ വധു, 22 വയസ്സ്, ബാധ്യതകളില്ല, ജില്ല പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല, പുതിയാപ്പിളയെ തേടുകയാണ്. ഇപ്പുറം വേറെ ഒരു പരസ്യം: തന്റേതല്ലാത്ത കാരണത്താൽ വൈവാഹിക ജീവിതത്തിലേക്ക് നിൽത്തുപോയ ചെറുപ്പക്കാരൻ, 25 വയസ്സ്, കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച പോലും ആയിട്ടില്ല, ഡൈവോഴ്സ്. കോടതിയുടെ വരാന്തയിൽ ഈ ഭൂമി ലോകത്തും നാളെ ആഖിറത്തിൽ സ്വർഗത്തും കൂടെ കഴിയേണ്ട, ഒരു പുതപ്പിനുള്ളിൽ ഒരു തലയണയിൽ തലവെച്ച് കഴിയേണ്ട ഭാര്യ ഭർത്താക്കന്മാർ 2 ആഴ്ച കൊണ്ട് കോടതിയുടെ വളപ്പിലും കോടതിയുടെ തെരുവുകളിലും തമ്മിൽ തല്ലി ഡൈവോഴ്സിന് വിധേയപ്പെടുന്ന കരുണായിലെ കാഴ്ചകൾ ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം? കല്യാണത്തിന്റെ വേദികൾ ഹറാമ് കലർന്ന വേദികളായി മാറിയാൽ ഈമാനുള്ള ഒരു മനുഷ്യന് ആ കല്യാണ വേദിയിൽ പോവേണ്ട അവസ്ഥ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ വേദികൾ, കല്യാണ വേദികളിലേക്ക് ഈമാനുള്ള ഒരു മനുഷ്യന് പരിസരത്ത് കൂടി പോവാൻ പറ്റാത്ത സാഹചര്യമാകുമ്പോൾ വെറുക്കൂലേ? പുതിയാപ്പിളയും പാരാവാരങ്ങളും റോഡ് നീളെ പോവാണ്. അപ്പുറത്ത് ആംബുലൻസ് വരുന്നുണ്ട്, ഇപ്പത്തെ രോഗികളെ വാഹനം വരുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല. പൊട്ടാസ് പൊട്ടിച്ച് സ്ത്രീക്കൻ ചെക്കന്മാർ റോഡിൽ തുള്ളിയാടി പരസ്പരം അടികൂടി തമ്മിൽ തല്ലി തെരുവിൽ ഒച്ചപ്പാടുണ്ടാക്കി ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ഹറാമ് കലർന്നതാകുമ്പോൾ 2 ആഴ്ച പോലും നീണ്ടു നിൽക്കാതെ, 2 വർഷം പോലും എത്താതെ കോടതിയുടെ വരാന്തയിൽ ഡൈവോഴ്സ് ചെയ്യപ്പെടുന്ന ഘട്ടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫ്രഷ് ചെക്കന്മാർക്ക് തന്നെ, പെൺകുട്ടികൾക്ക് തന്നെ പുതിയാപ്പിളയും പുതിയ പെണ്ണിയും കിട്ടാത്ത ഈ കാലത്ത് കല്യാണം കഴിഞ്ഞ് 2ാം നിക്കാഹിന് എത്ര തന്നെ പരസ്യം കൊടുത്താലും പുതിയാപ്പിളയെ കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ആദ്യ കല്യാണം തന്നെ
ഗൾഫിൽ നിന്ന് വരുന്നു, 6 മാസം നിൽക്കുന്നു, സകല വീടുകളിലും കയറി ഇറങ്ങി പെണ്ണുണ്ടോ പെണ്ണുണ്ടോ എന്ന് അന്വേഷിക്കുന്നു, സകല ഉസ്താദുമാരുടെയും കാതു വിളിക്കുന്നു, സകല വാതിലും പൈസ നേർച്ചയാക്കുന്നു. എന്നിട്ടും ഫലമില്ലാത്ത അവസ്ഥയിൽ കല്യാണം കഴിച്ചിട്ട് ആഴ്ചകൾ പോലും കുടുംബജീവിതം നയിക്കാൻ കഴിയാതെ തോന്നിവാസങ്ങളുടെ വേദികളായി മാറുകയാണ്. എത്ര ദുരനുഭവങ്ങൾ, എത്ര ചെറുപ്പക്കാർ അതിന്റെ പേരിൽ ബലിയാടായി പോയിട്ടുണ്ട്, മരിച്ചുപോയിട്ടുണ്ട്. ഞാനൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബജീവിതം മഹത്വരമാണ്. അത് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പമാണ്. വിശുദ്ധ ഇസ്ലാമിലെ മുസ്ലിമീങ്ങളോട് പറയുന്ന, വിശ്വാസികളോട് പറയുന്ന സൗരഭ്യമാണ് കല്യാണം. ആ കല്യാണം കഴിഞ്ഞാൽ 2 ദിക്കുകൾ അവരെവിടെയാണെന്ന് ഇതുവരെയും കണ്ടിട്ടില്ല. ആ 2 ദിക്കുകളിലുള്ള 2 ശരീരങ്ങൾ, 2 മനസ്സുകൾ ഒന്നാവുന്ന സുന്ദരമായ കാഴ്ചയല്ലേ നിക്കാഹ്. ഈ സമയം വരെയും തൊടാനും കാണാനും സംസാരിക്കാനും നിഷിദ്ധമായ 2 ശരീരങ്ങൾ, 2-3 വേർഡുകൾ. ലോകത്തെവിടെ പോയാലും നിക്കാഹിന് ഈ വേർഡ് തന്നെയാണല്ലോ വിശുദ്ധ ഇസ്ലാം ഉപയോഗപ്പെടുത്തുന്നത്. അമേരിക്കയിൽ പോയാലും, അഫ്ഗാനിൽ പോയാലും, സൗദിയിൽ പോയാലും, ഇന്ത്യയിൽ വന്നാലും അങ്കഹത്തുക, ദവ്വൽതുക തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ 2 മനുഷ്യൻ ഒന്നാവുന്ന സുന്ദരമായ കാഴ്ചകൾ. ആ കാഴ്ചകളിലൂടെ വിശുദ്ധ ഇസ്ലാം സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയാണ്. അത് കൊളാക്കാണ്. അതിന്റെ മഹത്വത്തെ തൃണവൽക്കരിക്കുകയാണ് ആധുനിക വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെയും നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളുടെ ജീവിതം ബാസുരമായതുപോലെ, നമ്മുടെ കുടുംബജീവിതം സന്തോഷദായകമായതുപോലെ എന്റെ സഹോദരന്റെയും കുടുംബജീവിതം സന്തോഷദായകമാവണം എന്നെനിക്ക് ആഗ്രഹം വേണം. അങ്ങനെയാണെങ്കിൽ അവന്റെ കല്യാണത്തിന് നമ്മൾ പോകണം, അവനെ സന്തോഷിപ്പിക്കണം, എന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന്റെ നിക്കാഹ് കഴിഞ്ഞാൽ ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനകുമാ പ്രാർത്ഥനകൾ നിർവഹിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് സന്തോഷം പങ്കുവെക്കണം. എന്നിട്ട് അവനക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതല്ലേ ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ട സുഹൃത്തുക്കൾ, കണ്ണാടിയാവേണ്ട ഫ്രണ്ട്സുകൾ, സംഘുകൾ, ബ്രോകൾ അവന്റെ വിരുദ്ധ ശക്തികളായി മാറുകയാണ്. അവനെ പുതിയാപ്പിള, ഇവിടെയൊക്കെ നമ്മളെ പോലെ തന്നെ തോന്നുന്നുണ്ട്, പുതിയാപ്പിള പുതിയ പെണ്ണിലേക്ക് പോകുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ ആകുമ്പോ ചെക്കനെ വീട്ടിലേക്ക് പറഞ്ഞേക്കണ്ടിരിക്കുക, അവനുമായി ടൗണ് കറങ്ങുക. പെണ്ണിന്റെ വീട്ടുകാരും കുടുംബക്കാരും ആദ്യമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ചെറുക്കന് പുതിയാപ്പിളയെ കാത്ത് രാവേറെ കാത്തു നിൽക്കുക. അവസാനം സുബഹിക്ക് വന്ന് കിടന്നുറങ്ങുക. എവിടെ നിന്നാണ് ഈ സംസ്കാരങ്ങൾ കിട്ടിയത്? വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ വൈവാഹിക സങ്കല്പങ്ങളെയും ദാമ്പത്യ ജീവിതത്തിനെയും താറടിക്കുന്ന കാഴ്ചകൾ, ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുണ്ടാവരുത് എന്ന് ഒരു പ്രബോധകൻ എന്ന നിലയിൽ ഞാൻ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു കുടുംബ ബന്ധത്തിന് കൊടുത്തിട്ടുള്ള മഹത്വത്തെ നമ്മൾ തൃണവൽക്കരിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്രമാത്രം പ്രഘോഷിപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന 2ാമത്തെ വാചകം, ഇന്നക ലതസിലു റഹ്മ വതഹ്ദിലുൽ കല്ല. വീണുപോയ മനുഷ്യ സഹോദരങ്ങൾ, വീണുപോയോ? രാവിലെ ഒരു വീട്ടിൽ കൂടൽ പോയപ്പോ ഒരു മധ്യവയസ്കനായ ഒരു സഹോദരനെ 2 പേർ ചേർന്ന് സോഫയിൽ ഇരുത്തി കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ആക്സിഡന്റ് പറ്റിയതാണോ? അല്ല, എന്തോ ഞരമ്പിന് ചെറിയ തകരാറ് വന്ന് അരയിൽ നിന്നങ്ങോട്ട് തളർന്നുപോയി. വയസ്സ് 50 ആയിട്ടുണ്ട്. 50ാമത്തെ വയസ്സിൽ അപകടം പറ്റാതെ, സ്ട്രോക്ക് വരാതെ തന്നെ ഞരമ്പിന് അസുഖം വന്ന് കൈകാലുകൾ തളർന്നുപോയി. കുടുംബത്തിന്റെ ദിനാഷ്ടിക്ക് വക കണ്ടെത്താനുള്ള, അധ്വാനിക്കാൻ പോലും പോവാൻ പറ്റാതെ ബെഡിൽ മലർന്നു കിടന്ന് യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമിൽ പോവാൻ കഴിയാതെ പൈപ്പിട്ട് 50ാമത്തെ വയസ്സിൽ നിത്യരോഗിയായി കഴിയേണ്ടി വരുന്ന 10,000-കണക്കിന് രോഗികൾ ഈ ചുറ്റുപാടുകളിലുണ്ട്. നമ്മുടെ ഈ മുന്നിൽ കാണുന്ന സാന്ത്വനം ആംബുലൻസ് വണ്ടികൾ ഓരോ ദിവസവും ഹോം കെയർ പദ്ധതിയുടെ പേരിൽ വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ
അതിന്റെ ശോചനീയമായ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള 10,000-കണക്കിന് മനുഷ്യ സഹോദരങ്ങൾ, അവരൊന്നും ജീവിച്ചിട്ട് പൂതി തീർന്നവരല്ല. അവരൊന്നും ആഗ്രഹങ്ങൾ അവസാനിച്ചിട്ട് കിടപ്പിലായവരല്ല. പറയാനും ഇനിയും കഥകളുണ്ട്, ആഗ്രഹിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്തു തീർക്കാൻ ഒരുപാട് മോഹങ്ങളുണ്ട്. അതെല്ലാം ബാക്കിയാക്കി കറങ്ങുന്ന ഫേനിന് താഴെ കൈക്കാലികൾ നിവർത്തിവെച്ച് കിടക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുള്ള എത്രയാണ് മനുഷ്യരുള്ളത്. ആ മനുഷ്യരെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? റസൂലുള്ള ചോദിക്കുകയാണ്, ആ മനുഷ്യരെ നിങ്ങൾ നെഞ്ചേറ്റിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സൗരഭ്യമുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെയും മദീനയുടെയും പ്രാന്തപ്രദേശങ്ങളിലൂടെ ഓടി നടന്ന് അവിടെ ജീവനറ്റു വീണ് കിടക്കുന്ന, ജീവനുണ്ടെങ്കിലും ജീവനറ്റതുപോലെ വീണ് കിടക്കുന്ന, എഴുന്നേൽക്കാൻ പറ്റാത്ത, ആശ്രിതരില്ലാത്ത, കൈ അയച്ച് സഹായിക്കാൻ ആളില്ലാത്ത മനുഷ്യ സഹോദരങ്ങൾ, ആ മനുഷ്യ സഹോദരങ്ങളെ നിങ്ങൾ ഒന്ന് കൈ ചേർത്ത് പിടിച്ചു നോക്കൂ. നിങ്ങളുടെ ആഫിയത്തുള്ള കൈകളെ കൊണ്ട് തളർന്നു പോയ ആ കൈ ഒന്ന് പിടിച്ചു നോക്കൂ. അവർ ഉന്മേഷത്തോടുകൂടെ എഴുന്നേൽക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇല്ല, ആശുപത്രിയിൽ സർജിക്കൽ വാർഡിൽ നിന്ന് പോയി നോക്കിയാൽ മതി. അപകടത്തിൽപ്പെട്ട് കൈക്കാലുകൾ തളർന്ന് 8-10 മാസങ്ങളോളം ബെഡിൽ കിടന്നുപോയിട്ടുള്ള ഹതഭാഗ്യരായ മനുഷ്യ സഹോദരങ്ങൾ പാപം ചെയ്തതിന്റെ പേരിലല്ല, കുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, ഒരഭിശബ്ദ നിമിഷത്തിൽ അവർക്ക് സംഭവിച്ചു പോയ അബദ്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അപകടത്തിന്റെ പേരിൽ അവർ എപ്പോഴത്തേക്കുമായി കിടന്നു പോവുകയാണ്. നട്ടെല്ല് തകർന്ന് കിടന്നുപോയ എത്ര ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25 വയസ്സാകുമ്പോഴത്തേക്കും 40 വയസ്സാകുമ്പോഴത്തേക്കും മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഓടി നടന്ന് അവിടെ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ ചെറിയ മാതൃക ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ സമൂഹത്തോട് വിശദീകരിക്കുകയാണ്. ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല. വീണുപോ മനുഷ്യരെ താങ്ങി നിർത്തിയിട്ട് അവർക്ക് ജീവിതം നൽകിയിട്ടുള്ള മഹോന്നതരെ പടച്ചോ നിങ്ങൾ കൈവടിയുകയില്ല. അല്ലാഹു നിങ്ങളെ ബേജാറാക്കൂല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ സൗരഭ്യം പറയുന്നിടത്ത് പറയാണ്, അള്ളാഹു നിങ്ങളെ കൈവടിയുകയില്ല. ഇത്രമായ മഹത്തരമായ ചില മഹോന്നത വചനങ്ങൾ വേറെ ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. റസൂലുള്ള പറയാണ്, മക്ക മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മദീനയിൽ എത്തിയപ്പോ ഓരോ അസ്ർ നിസ്കാരത്തിന് ശേഷവും തൊഴിൽ കഴിഞ്ഞു വന്നെത്തിയിട്ടുള്ള സഹാബാക്കളെ റസൂലുള്ളാഹി തരംതിരിക്കും. എന്നിട്ട് മദീനയുടെ ഈ റോഡിലൂടെ, ഈ സൈഡിലൂടെ എങ്ങനെ പോയാൽ അവിടെ ടാർഗറ്റ് ചെയ്ത കുറെ വീടുകളുണ്ട്, അവിടെ നിത്യരോഗികളുണ്ട്, മറ്റ് രോഗങ്ങളുള്ള ആളുകളുണ്ട്, അവരെ പോയി നമ്മൾ കാണണം. രോഗ സന്ദർശനം, രോഗീ സന്ദർശനം വലിയ അമലാണെന്ന്, ഇബാദത്താണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, 2-3 ദിവസം, 6-10 മാസങ്ങളല്ല, വർഷങ്ങൾ എമ്പാടുമല്ല, 2-3 ദിവസം മാത്രം പനി പിടച്ച് വീട്ടിൽ ചുരുണ്ട് കിടന്ന് നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഉറ്റവർ വീട്ടിലൊന്ന് വന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എന്തിന്റെ പേരിലാണ്? നമ്മൾ ജനങ്ങളുമായി ഇടപഴകുന്ന ആളുകൾ ചിലപ്പോ 2 ദിവസം റോഡിലിറങ്ങാതെ, പള്ളിയിൽ പോവാതെ വീട്ടിൽ രോഗിയായി കിടന്നിട്ട് നമ്മളെ കാണാൻ നമ്മുടെ സുഹൃത്തുക്കൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആത്മനിർവൃതിയുണ്ട്. ആത്മനിർവൃതി 2-3 ദിവസത്തിൻ്റെതാണെങ്കിൽ 2-3 മാസം, 4-5 വർഷക്കാലം നട്ടെല്ല് കറന്ന് ഒരേ കിടപ്പിൽ കിടക്കുന്ന എത്രയാണ് മനുഷ്യ സഹോദരങ്ങളുള്ളത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം, നിങ്ങൾ ആ രോഗികളെ പോയി കാണണം. രോഗിയെ സന്ദർശനം, മരുന്ന് കൊടുക്കേണ്ട, ഭക്ഷണം കൊടുക്കേണ്ട, പണം കൊടുക്കേണ്ട, നിങ്ങളൊന്നും നൽകേണ്ടതില്ല, നിങ്ങൾ ഒന്നും നൽകിയാൽ മതി, ആശ്വാസവചനങ്ങൾ. എന്നിട്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, രോഗീ സന്ദർശനത്തിന് നിങ്ങൾ പോയാൽ അവിടെ ചില മന്ത്രങ്ങൾ ഉരുവിടേണ്ടതുണ്ട്, പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. ആ പ്രാർത്ഥനകൾ നടത്തി രോഗിക്ക് വേണ്ടി നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യണമെന്ന്
വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. രോഗീ സന്ദർശനം വലിയ ധാർമ്മിക പ്രവർത്തനമാണ്, സാമൂഹിക പ്രവർത്തനമാണ്. അതും നിസ്കരിച്ചതുപോലെ, നോമ്പ് തോറ്റതുപോലെ, മറ്റ് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്തതുപോലുള്ള പ്രതിഫലം രോഗികളെ വീട്ടിൽ പോയി സന്ദർശിച്ചാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ സൗരഭ്യവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ സെന്റിൽ അല്ലെങ്കിൽ ഒരു ഹെക്ടറിൽ മാത്രം ആയിരക്കണക്കിന് വീടുകളുള്ള വലിയ റെസിഡൻഷ്യൽ ഏരിയകളായി നമ്മുടെ വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഏരിയകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും ആയിരക്കണക്കിന് വീടുകളാണ്. അതിൽ മുസൽമാന്റേതുണ്ട്, ഹിന്ദുവിൻ്റെതുണ്ട്, ക്രിസ്ത്യാനിയുടേതുണ്ട്, മതമുള്ളവൻ്റെതും അല്ലാത്തവൻ്റെതുമായ ആയിരക്കണക്കിന് വീടുകളുണ്ട്. അവിടങ്ങളിലെല്ലാം ഏരിയ തെളിച്ച് പ്രത്യേകമായ വഴിയോരങ്ങളും പ്രത്യേകമായ പേരുകളും ചില റോഡുകൾക്ക് നൽകിയിട്ട് അവിടങ്ങളിൽ നമ്മളുടെ റെസിഡൻഷ്യൽ ഏരിയകളായി അവിടങ്ങളിൽ റെസിഡൻഷ്യൽ യൂണിറ്റുകളും അതിന്റെ യൂണിയനുകളും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം ഇതിനെല്ലാം നേരത്തെ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയിപ്പിക്കുന്നുണ്ട്, നിന്റെ വീട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള 40 വീടില്ലേ, ഇന്ന് 40 വീടാവാൻ 1 കിലോമീറ്ററുകളും പോവേണ്ടതില്ല. ഏകദേശം 2-3 ചുറ്റളവിൽ മാത്രം 40 വീട് കാണും. ആ 40 വീടുകൾ നിന്റെ അയൽവാസികളാണ്. നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള 40 വീടുകൾ നിന്റെ അയൽവാസികളാണ്. ആ അയൽവാസികളോട് നീ കാണിക്കേണ്ട മാന്യതയും ബാധ്യതയും എത്രയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാരത്തിന് ശേഷം പ്രഭാഷണം നടത്തുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്, ആ വീടിന്റെ ചുറ്റുഭാഗത്ത് അടുത്ത സ്ഥലമുള്ളത് ചിലപ്പോൾ ഹിന്ദുവിനായിരിക്കാം, ക്രിസ്ത്യാനിയായിരിക്കാം, രാഷ്ട്രീയമുള്ളവനായിരിക്കാം, ഇല്ലാത്തവനായിരിക്കാം. അവരെല്ലാവരും പരസ്പരം അതിഥികളാണ്, അയൽവാസികളാണ്. ആ അയൽവാസിയുടെ മഹത്വം പറഞ്ഞ് മണിക്കൂറുകൾ അയൽവാസിയുടെ മഹത്വവും അവരോടുള്ള കടപ്പാടും സ്നേഹവും ബന്ധങ്ങളാണ് പറയുന്നത്. സഹാബാക്കൾ വിചാരിച്ചു പോയത്രേ, ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ അയൽവാസി ബന്ധം പറഞ്ഞ് അടുത്ത ഘട്ടത്തിൽ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കുമോ? എങ്ങനെ? നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ അനന്തരം അയൽവാസിക്ക് കൂടി കൊടുക്കണമെന്ന് റസൂൽ പറഞ്ഞേക്കുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന രീതിയിൽ അയൽവാസിയോടുള്ള മഹത്വവും കടപ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പോയി. എന്നിട്ട് റസൂൽ പറയാണ്, അയൽവാസിയായ സഹോദരൻ അവന്റെ പേര് നോക്കേണ്ടതില്ല, അവന്റെ മതം അന്വേഷിക്കേണ്ടതില്ല, അവൻ നെറ്റിക്ക് കുറിതൊട്ടവനാണെന്നോ അല്ലെങ്കിൽ കഴുത്തിൽ കുരിശുമാല അണിഞ്ഞവനാണെന്നോ അല്ലെങ്കിൽ അവൻ വേറെന്തെങ്കിലും ചിഹ്നങ്ങൾ ഉള്ളവനാണെന്നോ നോക്കേണ്ടതില്ല. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് വെറുതെ ചില വാക്കുകളെ കൊണ്ട് കസർത്ത് കളിച്ചതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും കത്തിക്കാരി പറയുകയാണ്, നിന്റെ അയൽവാസിയോട് നീ ഒരിക്കലും ശത്രുത വെച്ച് പോവാൻ പാടില്ല. നിന്റെ വീട്ടിലുള്ള മ്ലേച്ഛങ്ങളായ മാലിന്യങ്ങൾ നീ അടുത്ത വീട്ടിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി ഇടരുത്. എത്രത്തോളം എന്നറിയുമോ? അയൽവാസിയായ സഹോദരൻ കഴിഞ്ഞ 2-3 ദിവസമായി ഇറച്ചി ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നിന്റെ വീട്ടിൽ മാംസം വേവിക്കുമ്പോൾ, അത് പൊരിക്കുമ്പോൾ അയൽവാസിക്ക് അതിന്റെ വാസനയുണ്ടാവുകയും അവൻ അതിൽ ആഗ്രഹിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ പോലും നീ അത് ഭക്ഷിക്കരുതെന്ന് നിർദ്ദേശിച്ച വിശുദ്ധ ഇസ്ലാം. എത്രമാത്രമാണ് ഈ സൗന്ദര്യമുള്ളത്. ഇന്നലെ മർക്കസിൽ സമ്മേളനം നടന്നപ്പോൾ അവിടെ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഷെയ്ഖ് ബിലാൽ എന്നറിയപ്പെടുന്ന മത രംഗത്ത് വലിയ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ അവിടെയുണ്ട്. ആ പണ്ഡിതൻ പറയുകയാണ്, ലോകത്ത് വിവിധങ്ങളായ രാജ്യങ്ങളിൽ ഇസ്ലാമിനെതിരെ ആക്രമണങ്ങൾ നടക്കുകയാണ്, പലസ്തീനിൽ പീഡനങ്ങൾ നടക്കുകയാണ്. പാവപ്പെട്ട 10,000 കണക്കിന് പിഞ്ചുങ്ങൾ ഒന്ന് പിടയാൻ പോലും ആവാതെ
അഗ്നിഗോളങ്ങളായി ചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നാലല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക. എന്നാൽ പിറക്കുന്നതിന് മുന്നേ, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മരിച്ചുപോയി ഈ ലോകത്ത് നിന്ന് അന്യമായി പോയ ആയിരക്കണക്കിന് കുട്ടികൾ ഫലസ്തീനിലുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിനെ വല്ലാതെ പേടിച്ചുകൊണ്ടിരിക്കുന്ന, വിശുദ്ധ ഇസ്ലാമിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അമേരിക്ക എന്നറിയപ്പെടുന്ന ലോക പോലീസ് എന്ന രാജ്യത്ത്, അവിടെ കാലിഫോർണിയ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഭീഷണിയിലൂടെയല്ല, മസിൽ പവറിലൂടെയല്ല, മറ്റെന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുമല്ല. ന്യൂനപക്ഷമാണ് അമേരിക്കയിൽ മുസ്ലിമീങ്ങളെങ്കിൽ ആ മുസ്ലിമിനെ, വിശുദ്ധ ഇസ്ലാമിനെ മനസ്സറിഞ്ഞ് വായിച്ചപ്പോൾ, പഠിച്ചപ്പോൾ അവർ വിശുദ്ധ ഇസ്ലാമിലേക്ക് സ്വമേധയാ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്നലെ മർക്കസിന്റെ സമ്മേളനത്തിൽ പ്രസംഗിച്ച ഷെയ്ഖ് ബിലാൽ കാലിഫോർണിയയിൽ നിന്ന് വന്നിട്ടുള്ള ആ മഹൽ വ്യക്തിത്വം തന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ഞാൻ പറയുന്നത്, വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും ആരെങ്കിലും മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ വിശുദ്ധ ഇസ്ലാമല്ലാതെ ഏതൊരു മതത്തെയും അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇതിന്റെ അർത്ഥം മറ്റു മതങ്ങൾക്കെതിരെ സംസാരിച്ചെന്നോ അല്ലെങ്കിൽ മറ്റു മതങ്ങളെ ആക്ഷേപിച്ചോ എന്നോ അല്ല. വിശുദ്ധ ഇസ്ലാമിന്റെ സൗരഭ്യം അതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ 1000 മനുഷ്യർ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സായുധ പോരാട്ടത്തിൽ 1000 മനുഷ്യർ മാത്രമാണ് കൊല്ലപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലൊന്നും ഒരു സ്ത്രീയെയും അല്ലാഹുവിന്റെ റസൂൽ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയെയും വധിക്കരുതെന്ന് പറഞ്ഞു, ഒരു വയസ്സനെയും വാളുകൊണ്ട് തുടരരുതെന്ന് പറഞ്ഞു. അങ്ങനെ സിവിലിയന്മാർക്കെതിരെ യുദ്ധം നടത്തുന്നത് നിഷിദ്ധമാക്കി. അവരുടെ തോട്ടങ്ങളും വിളകളും നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. അവരുടെ മൃഗങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞു. ന്യായമായ യുദ്ധമേ നയിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ട് പോയി യുദ്ധം തുടരരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ യുദ്ധത്തിന്റെ മാനദണ്ഡങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും ഖൈബറും തബൂക്കൊക്കെ നടന്നു പോയിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, ആ യുദ്ധങ്ങളൊക്കെ നടന്ന മക്ക വിശുദ്ധ ഇസ്ലാമിന്റെ രാജ്യമാണ്. സൗദി അറേബ്യ, അതുപോലെ ഇസ്ലാമിക എമിറേറ്റ്സുകൾ, ആ മക്കയിലും മദീനയിലും അടക്കം ലോകത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും അവരാരും അസിൽ പവറിലൂടെ ആയുധങ്ങൾ കൊണ്ടല്ലോ വിശുദ്ധ ഇസ്ലാമിന് ഇത്രയും വളർത്തിയത്. സ്നേഹമസ്രണമായ പെരുമാറ്റത്തിലൂടെയാണ്, സൗരഭ്യത്തിലുള്ള സൗന്ദര്യമായ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളിലൂടെയാണ്. അതിലാർക്കും സംശയം വേണ്ടതില്ല. കാരണം വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ അതൊന്ന് അടിയോടെ ഒന്ന് പഠിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയൽവാസി ബന്ധത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഒന്നുകൂടി പറയാം. വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്, ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ തോട്ടങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, നിങ്ങൾക്ക് കച്ചവട സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട്, വലിയ ബിൽഡിങ്ങുകളുണ്ട്, അതിന് വാടകയുണ്ട്, അങ്ങനെ തുടങ്ങി നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ ഒരുപാട് സമ്പത്തുണ്ട്. ആ സമ്പത്ത് നിങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ച് ബാങ്ക് നിറക്കുന്നതിന് പകരം എല്ലാ വർഷവും ഓരോ ബിസിനസിന്റെയും കണക്കനുസരിച്ച് നിങ്ങൾ 2.5% അത് പാവങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങൾ സക്കാത്ത് കൊടുത്തേ മതിയാവൂ എന്ന് വിശുദ്ധ ഇസ്ലാം നിർബന്ധിക്കുകയാണ്, ശാസിക്കുകയാണ്. അഥവാ ആരെങ്കിലും സക്കാത്ത് കൊടുക്കാതെ സ്വന്തം മുതലാണെന്ന് പറഞ്ഞത് പിടിച്ചു വെച്ചാൽ അതുമായി നിങ്ങൾ മശ്റയിൽ വരും, അവന്റെ ഓരക്കത് വെച്ച് കെട്ടിക്കൊടുക്കുമെന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടായാലും, എത്ര തന്നെ ടേൺ ഓവർ വർഷത്തിലുണ്ടായാലും, നിങ്ങൾ അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ലല്ലോ. അതെല്ലാം നിങ്ങളുടെ മക്കൾക്കോ മരുമക്കൾക്കോ വേണ്ടി മാത്രമാണ്. ഒരു കാര്യം പറയാം, വിശുദ്ധ ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നത്, നീ നാളെ നിന്റെ ആയുസ്സെത്തിയിട്ട് പിരിഞ്ഞു പോകുമ്പോ മോനെ നീ ഒന്നും കൊണ്ടുപോകുന്നില്ല
എത്ര കണക്കുള്ള ആളാണെങ്കിലും കൂത്തുപറമ്പൊരു ഹാജിയാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടിപ്പള്ളയിൽ പരിശോധിച്ചാൽ ചിലപ്പോൾ ഒരുപാട് അലമാറകളുടെ ചാവിയുമായിട്ടാണ് നടക്കാറുള്ളത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഹാജിയാരെ ചാവിയൊക്കെ ഇങ്ങനെ അലമാറയിൽ കെട്ടിത്തൂക്കി നടക്കുന്നത്? അതവിടെ വീട്ടിൽ വെച്ചാൽ ശരിയാവൂല എന്നാണ്. കാരണം അതിൽ സ്വർണവും പണവും അതോടൊപ്പം സമ്പത്തൊക്കെ ഉണ്ട്, അത് കുടുംബക്കാരെടുത്തു മാറ്റൂ എന്നാണ്. ഞാൻ പറയുന്നു, ഒരു ദിവസമെങ്കിലും നമ്മൾ ICUയിൽ കിടന്നേക്കാം, അല്ലാഹു കാക്കട്ടെ. ആ സമയത്തെങ്കിലും നമ്മുടെ ഗൂഗിൾ പേ ഒന്ന് പരിശോധിക്കണമെങ്കിൽ, ഗൂഗിൾ പേ ഒന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ വിരൽ തുമ്പ് കൊണ്ടുപോകൂല. ചിലപ്പോൾ ഭാര്യക്ക് അതിന്റെ കോഡൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം. കാരണം എന്താണ്? ആ ഫോണിലൂടെ ഹോസ്പിറ്റലിലെ ബില്ലടക്കണമെങ്കിൽ ഭാര്യക്കോ മക്കൾക്കോ ഗൂഗിൾ പേയുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളാരും ഒന്നും കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോവാത്ത നമ്മൾക്ക് എന്തിനാണ് മുതല്, എന്തിനാണ് സമ്പത്ത്? വിശുദ്ധ ഇസ്ലാം ചോദിക്കുന്നത്, നിങ്ങൾ കൈ മുറുക്കി പിടിച്ചിട്ടല്ലേ വന്നത്? അന്ന് നിങ്ങളുടെ കൈകളിലൊന്നുമില്ല. മരിക്കുമ്പോൾ കൈയടച്ച് തുറന്നു വെച്ചിട്ടല്ലേ പോവുക. പിന്നെ നിങ്ങൾ എന്താ കൊണ്ടുപോകുന്നത്? 300 രൂപയോ അല്ലെങ്കിൽ 1500 രൂപയോ വരുന്ന ഈ മയ്യത്തിന്റെ ആവശ്യമായ തുണികൾ, കഫംപുടകൾ മാത്രമല്ലേ നിങ്ങളുടെ സ്വത്തായി നിങ്ങൾ ഖബറിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് പറയുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ സക്കാത്ത് സംഹിതയെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വരാൻ പോവുകയാണ് വിശുദ്ധ ശഅബാൻ, വരാൻ പോവുകയാണ് ശഹ്റ റമളാൻ. ആ ശഹ്റ റമളാൻ വിശ്വാസികളെ, നമ്മളെല്ലാവരും കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തിന്റെ ആളാണെങ്കിൽ വർഷമെത്തിയാൽ, അത് റമളാനിലാണെങ്കിലും റജബിലാണെങ്കിലും മറ്റു മാസങ്ങളിലാണെങ്കിലും, വർഷം പൂർത്തിയായാൽ ആ മുതലിനനുസരിച്ച് 2.5% സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെന്നല്ല, ഈ രാജ്യത്തെന്നല്ല, ലോകത്തൊരു പാവപ്പെട്ടവനും ഉണ്ടാവൂല. അത്രമാത്രം കോടീശ്വരന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. വിശുദ്ധ ഇസ്ലാം പറയുന്ന സക്കാത്ത് സംഹിത എന്നത് മുസ്ലിമിന് മാത്രം ബാധകമല്ല, അത് ഈ രാജ്യത്തിന്റെ സുസ്ഥിരക്ക് ആവശ്യമാണ്. സമ്പൽ സമൃദ്ധിയുള്ള ആളുകൾ, കോടീശ്വരന്മാർ, അവരുടെ സമ്പത്തിന്റെ ഓഹരിക്കനുസരിച്ച് വർഷത്തിൽ അവരുടെ സക്കാത്തിന്റെ 2.5% പാവപ്പെട്ടവർക്ക് കൊടുത്തു നോക്കൂ. ദരിദ്ര നാരായണന്മാരുണ്ടാവില്ല. നമുക്കല്ലേ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ പറക്കാം. എന്നാൽ ഫ്ലൈറ്റ് ഇന്നും അത്ഭുതത്തോടുകൂടെ കാണുന്ന ദരിദ്ര നാരായണന്മാരുണ്ട് നാട്ടിൽ, ഇല്ലേ? പാസ്പോർട്ട് എന്തെടുത്തിട്ടെന്താണ് എന്ന് പറയുന്ന ആലോചിക്കുന്ന ആളുകൾ ഇന്നും നാട്ടിലുണ്ട്. അതോടൊപ്പം ഒരുപാട് മനുഷ്യ സഹോദരങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വിവിധങ്ങളായ രാജ്യങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. റേഷൻ വാങ്ങിക്കാൻ 40 രൂപ ഇല്ലാത്തതിന്റെ പേരിൽ പട്ടിണി കിടക്കുന്ന പാവങ്ങൾ നാട്ടിലില്ലേ? വയസ്സായ ഉമ്മയും ബാപ്പയും അമ്മയും അച്ഛനും ബെഡിൽ കിടന്നു പോയപ്പോൾ അവർക്കൊരു എയർ ബെഡ് അല്ലെങ്കിൽ വാട്ടർ ബെഡ് എത്തിച്ചു കൊടുക്കാൻ സംവിധാനത്തെ കുറിച്ച് അറിയാതെ ശരീരമാസകലം പൊട്ടി വേദന നിന്ന് എത്രയാണ് മനുഷ്യർ മരിച്ചു പോകുന്നത്. അവർക്ക് വേണ്ടത് ഒരു എയർ ബെഡ് ആവാം, ഒരു വാട്ടർ ബെഡ് ആവാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഇസ്ലാം ഈ സക്കാത്ത് എന്ന് പറയുന്ന സമ്പൽ സമൃദ്ധമായ ഈ പദ്ധതി ലോകത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ ഒരാളും കഷ്ടപ്പെടേണ്ടി വരില്ല, ഒരാളും ദാരിദ്ര്യത്തിന്റെ താഴേകയിൽ ഉണ്ടാവില്ല, ഒരാളും വിഷമിക്കേണ്ടതില്ല. അത്രമാത്രം സമ്പൽ സമൃദ്ധമാണ്. നിങ്ങൾക്കറിയാലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അത് ഞാൻ പറഞ്ഞതുപോലെ പ്രസ്താവന ഇറക്കിയിട്ട് രേഖപ്പെടുത്തിയിട്ട് പത്രത്തിൽ കൊടുത്തതല്ല, കാണിച്ചു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന രാജ്യത്ത് എങ്ങനെയാണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ഭരിക്കുകയാണ്. ആകെ 10 വർഷമാണ് മദീന ഭരിച്ചത് കേട്ടോ. മദീനയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത് 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോയി, 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു, റഫീഖുൽ അഅ്ലായിലേക്ക് നീങ്ങി. 10 വർഷക്കാലം കൊണ്ട് മദീന രാജ്യത്തെ സമ്പൽ സമൃദ്ധിയുടെ പ്രദേശമാക്കി മാറ്റിയെടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, റമദാനിലായിരുന്നു, എന്റെ ഇന്നലത്തെ നോമ്പ് പോയി.
എങ്ങനെയാണ് പോയത്? പകലിൽ ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെട്ടപ്പോ നോമ്പ് പോവല്ലോ പോയി. അപ്പൊ എന്താ പ്രശ്നം? മദീനയുടെ അപ്പുറത്തുള്ള ഏതോ ഒരു പ്രദേശത്ത് നിന്ന് വന്നൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകണം. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല നോമ്പ് പോയല്ലേ, എന്നാൽ പ്രാശ്ചിത്തമായി ഒരു 3 ഓപ്ഷൻ ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഒരു 60 ദിവസം തുടർച്ചയായി നോമ്പ് നോക്കണം. റമളാനിലെ ഫർളായ നോമ്പ് ഭാര്യയുമായി സംസർഗത്തിലേർപ്പെട്ട് ബാത്തിലായി പോയാൽ, മുറിഞ്ഞു പോയാൽ, അതിനുള്ള ഒന്നാമത്തെ ഓപ്ഷൻ 60 ദിവസം തുടർച്ചയായി നോമ്പ് നോക്കലാണ്. അയാൾ പറഞ്ഞു, റസൂലെ 30 ദിവസം നോമ്പിനിടയിൽ ഇങ്ങനെ സംഭവിച്ചു, പിന്നെ 60 ദിവസം നോമ്പിന് പറയണോ? അതുകൊണ്ട് കയ്യും തോന്നില്ല. അടുത്ത ഓപ്ഷൻ. റസൂലുള്ള പറഞ്ഞു, എന്നാൽ 2 അടിമകളെ മോചിപ്പിക്കാൻ പറ്റുമോ നിനക്ക്? അതിന് മാത്രമുള്ള കഴിവില്ല, ഇരിക്കട്ടെ, നീ അവിടെ ഇരിക്കുന്നു. എന്നാൽ നിനക്ക് ഒരു 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അതിനും ഇപ്പോ അവസരം ഇല്ലല്ലോ, കയ്യിൽ ക്യാഷൊന്നും ഇല്ല. എങ്ങനെയൊക്കെ പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, അവിടെ ഇരിക്കും. അല്പനേരം ഇരുന്നപ്പോ പ്രദേശവാസിയായ ഒരു കർഷകൻ ഒരു കുട്ട നിറയെ ഈത്തപ്പഴമായിട്ട് റസൂലുള്ളാഹിക്ക് ഹദിയ കൊണ്ടുപോയി കൊടുത്തു. ഹദിയായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അയാളിൽ നിന്ന് കുട്ടയിൽ നിന്ന് 2 ഈത്തപ്പഴത്ത് തങ്ങൾ കഴിച്ചു. റസൂലുള്ള കഴിച്ചു. കൊണ്ടുവന്ന ആ കർഷകൻ സഹാബി തിരിച്ചുപോയി. ഉടനെ ഈ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചിട്ട് വന്നു, വാ, എന്നിട്ട് ഈത്തപ്പഴം, ഈ കുട്ട നിറയെ ഈത്തപ്പഴം, അത് ഇവിടെയുള്ള പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നോക്ക്, പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നോക്ക്. ആ മനുഷ്യൻ കുട്ടയിൽ നിറയെ ഈത്തപ്പഴവും തലയിലേറ്റിയിട്ട് മദീനയുടെ പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, ദടവരമ്പുകളിലൂടെ, മരുഭൂമിയിലൂടെ, വഴികളിലൂടെ നടന്നു നോക്കി. ഓരോ വീട്ടിലും കയറിയിട്ട് കോളിംഗ് ബെല്ലടിച്ച് മുട്ടി നോക്കിയിട്ട് ചോദിച്ചു, ഇവിടെ ഇത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ? സക്കാത്തിന്റെ ഭാഗമാണ്, ഭക്ഷണമാണ്. അയ്യോ, ഇതിവിടെ വേണ്ട, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ആ മനുഷ്യൻ ദിവസങ്ങളോളം ഈ കൊട്ടയിലെ ഈത്തപ്പഴവുമായി വീടാന്തരം കയറി ഇറങ്ങി. സക്കാത്തിന്റെ മുതൽ വാങ്ങിക്കാൻ അർഹതയുള്ള ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും അതിനെ നിരസിച്ചു. വേണ്ടതില്ല, അടുത്താ കൊടുത്തോളൂ. ആരുമില്ലാതെ, ആരും വാങ്ങിക്കാൻ അർഹരില്ലാത്ത രീതിയിൽ ആ കുട്ടയിലെ ഈത്തപ്പഴവും തലയിലേറ്റിയിട്ട് ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, റസൂലുള്ളാഹ്, മദീനയുടെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ, തെരുവോരങ്ങളിൽ ഇത് വാങ്ങിക്കാൻ അർഹരായ ഒരു പാവപ്പെട്ടവൻ പോലുമില്ല. നോക്കൂ നിങ്ങൾ, സക്കാത്ത് എന്ന സർവസംഹിതയിലൂടെ മദീന രാജ്യത്തെ ലോകത്തിന് മാതൃകയാക്കിയിട്ട് സമ്പൽ സമൃദ്ധിയുടെ ഉന്നതങ്ങളായ ഉത്തുംഗങ്ങളായ മേഖലകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജ്യം ഇങ്ങനെയാവണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും ഉദാഹരണമായി കാണിക്കാൻ പറ്റുന്ന മദീനത്തുൽ മുനവ്വറ, അല്ലാഹുവിന്റെ റസൂൽ സക്കാത്ത് എന്ന സംവിധാനത്തിലൂടെ ആ രാജ്യത്തിലുള്ള മനുഷ്യരെ സമ്പൽ സമൃദ്ധമാക്കി മാറ്റിക്കൊടുക്കുകയാണ്. ഇതാണ് സക്കാത്തിന്റെ സൗരഭ്യം, അതിന്റെ സൗന്ദര്യം. അത് ലോകത്ത് പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായും ലോകം വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും തീർച്ചയായും അവരെല്ലാവരും സമ്പൽ സമൃദ്ധിയുടെ ആളുകളായി മാറിപ്പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള മഹിതമായ ആശയങ്ങൾ കൊണ്ട് തന്നെയാണ് കാലിഫോർണിയയിൽ, അമേരിക്കയിലാണെങ്കിലും മറ്റ് സാമ്രാജ്യത്വ ശക്തികൾ ഭരിക്കുന്ന രാജ്യങ്ങളിലാണെങ്കിലും വിശ്വാസികളുടെ എണ്ണം കൂടി വരുന്നത്. ഒന്നുകൂടി പറയാം, നമ്മൾ ആരെയും നമ്മൾ ആക്രമിക്കാൻ പാടില്ല, ആരെയും നമ്മൾ കൊല ചെയ്യാനും പാടില്ല. അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രയുദ്ധത്തിന്റെ പേരിലാണെങ്കിലും കൊല ചെയ്യരുത് എന്നാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. ഒരാൾ കൊല്ലാതെ ഒരാൾക്ക് ജീവൻ ബാക്കിയാക്കിയാൽ അവൻ മുഴുവൻ ജനങ്ങൾക്കും ജീവൻ കൊടുത്തതിന് തുല്യമാണ്. രാഷ്ട്രങ്ങൾ തമ്മിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പായിക്കൂ വിശ്വാസികളെ, മനുഷ്യരെ. പിഞ്ചു പൈതങ്ങളല്ലേ അവിടെ തകർന്നു വീണു പോകുന്നത്.
നീലയുടെ നിറമറിയാത്ത, ചുവപ്പിന്റെ കളററിയാത്ത, തിന്മയും നന്മയും വേർതിരിച്ചറിയാൻ പാടില്ലാത്ത നിഷ്കളങ്കരായ പൂമ്പൊടി പോലുള്ള പിഞ്ചു പൈതങ്ങൾ ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന്, മാതാവിന്റെ മാറിടത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട് കൈകളിൽ ഒരു കൈയിൽ കുട്ടിയെ നിർത്തി അടുത്ത കൈയിൽ ഇസ്രായേൽ പട്ടാളക്കാരൻ വെടിവെച്ചിട്ട് നിലത്തേക്കിട്ട് ചവിട്ടി താഴ്ത്തുകയാണ്. 25,000-ലേറെ വരുന്ന പിഞ്ചു പൈതങ്ങളിലെ കൊല്ലപ്പെടുന്നത്. തീർച്ചയായും ആ രാജ്യത്തെ നിഷ്ഫലമാക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളും അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളുമാണ്. എന്നാലും മനസ്സിലാക്കേണ്ടത്, ആ രാജ്യത്തിലുള്ള മനുഷ്യർ പറയുന്നത്, ഇവിടെ ഒരു ആൺ ബാക്കിയാണെങ്കിൽ, ഒരു പെണ്ണ് ബാക്കിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫലസ്തീൻ നിലനിൽക്കുമെന്നാണ്. ഞാൻ എന്റെ വിഷയം അതല്ല പറഞ്ഞു വരുന്നത്. കുട്ടികളെ കൊല ചെയ്യാൻ പാടില്ല, മനുഷ്യരെ കൊല ചെയ്യാൻ പാടില്ല. നിങ്ങൾ വർഗത്തിന്റെ പേരിലാണെങ്കിലും, അതുപോലെ രാഷ്ട്രത്തിന്റെ പേരിലാണെങ്കിലും, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ഒരാളെയും നിങ്ങൾ കൊല്ലരുത് എന്ന് വിശുദ്ധ ഇസ്ലാം. ലാ തസ്ഫികൂ ദിമാഅക്കും, രക്തമൊലിപ്പിക്കാൻ പാടില്ല, രക്തരൂക്ഷിത വിപ്ലവങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ആരെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, തീയിട്ട് നശിപ്പിക്കരുത്, ഒരു ജീവിയുടെയും ജീവൻ നിങ്ങൾ അപായപ്പെടുത്തരുത്. എത്ര മഹിതമായ സന്ദേശമാണ്! മനുഷ്യന്റേതെന്നല്ല പറയുന്നത്, ഒരു ജീവിയുടെയും ജീവൻ നിങ്ങൾ അപായപ്പെടുത്തരുത്. ആ ജീവി എത്ര തന്നെ നമുക്ക് ഉപകാരമില്ലാത്ത ജീവിയാണെങ്കിലും ആ ജീവിയെ നിങ്ങൾ കൊന്നരുത്, അവന്റെ ജീവൻ അപായപ്പെടുത്തരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. സഹാബാക്കൾ കൂടെയുണ്ട്. നല്ല കുളിരുള്ള രാത്രിയാണ്, പകലാണ്. ആ സമയത്ത് അവരുടെ കുളിര് മാറ്റാൻ വേണ്ടി കുറെ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് തീയിൽ നിന്ന് ആശ്വാസം നേടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ കാണാതെ കുറച്ച് എറുമ്പുകൾ തീയിൽ നശിപ്പിക്കപ്പെട്ടു പോയി. ഇതറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്. വിവർണമായ മുഖത്തോടുകൂടെ ദേഷ്യം പിടിച്ച റസൂലുള്ള പറയാണ്, നിങ്ങൾക്കാരാണ് തീയിട്ടിട്ട് ജീവനെ നശിപ്പിക്കാൻ അധികാരം തന്നത്? തീയിട്ടിട്ടൊരാളെയും കൊല്ലാൻ പാടില്ല. കൊന്നപ്പോൾ റസൂലുള്ളാഹി അവരോട് ഉപദേശിച്ചു കൊടുത്തു, കൊല്ലരുത്. അങ്ങനെ തുടങ്ങി വിശുദ്ധ ഇസ്ലാം അത്തരത്തിൽ മഹിതമായ മാർഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, വലാ യഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും വലാ യഖ്രിജൂന അൻഫുസഹും മിൻ ദിയാരിഹിം. ഒരു മനുഷ്യനെയും അവരുടെ വീട്ടിൽ നിങ്ങൾ പുറത്തു ചാടിക്കരുത്. ഒരു മനുഷ്യനെയും അവന്റെ നാട്ടിൽ നിന്ന്, അവന്റെ വീട്ടിൽ നിങ്ങൾ പുറത്തു ചാടിക്കരുത്. NRCയും പൗരത്വ ബില്ലും വീണ്ടും ന്യൂനപക്ഷ സമൂഹത്തെ കാർന്നു നിന്നാൻ വേണ്ടിയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും വരുമെന്ന് സൂചന നൽകുമ്പോഴും നമുക്കവരോട് വിളിച്ചു പറയാനുള്ളത് വിശുദ്ധ ഇസ്ലാമിന്റെ മാർഗങ്ങളാണ്, മാർഗദർശനങ്ങളാണ്. നിങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വീണ മനുഷ്യരെ ഈ രാജ്യത്ത് പുറത്തു പോകണം നിങ്ങൾ പറയരുത്. ഖുർആൻ വലാ യഖ്റുജൂന അൻഫുസഹും മിൻ ദിയാരിഹിം, അവരുടെ വീട്ടകങ്ങളിൽ നിന്ന്, നാട്ടകങ്ങളിൽ നിന്ന്. നിങ്ങൾ വിദേശികളാണ്, നിങ്ങൾ ഇവിടേക്ക് നുഴഞ്ഞു വന്നവരാണ്, നിങ്ങൾ വീട് വിട്ടു പോകണമെന്ന് ഒരാളെയും നിങ്ങൾ നിർദ്ദേശിക്കരുത്. നോക്കൂ നിങ്ങൾ, ന്യൂനപക്ഷ സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് NRC പൗരത്വ ബില്ല് വന്നപ്പോ ഈ രാജ്യത്തിലുള്ള മനുഷ്യരെല്ലാവരും കൂടെ കൂടി അവർ തെരുവുകളിൽ അടക്കി വാണു. വിപ്ലവ വിദ്യാർത്ഥികളും വിപ്ലവ മുദ്രാവാക്യങ്ങളും വിളിച്ച് എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങി. ഖുർആൻ ഇതിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചില്ലേ? നിങ്ങൾ ഒരു മനുഷ്യനെയും പുറത്തു ചാടിക്കരുത്, ഒരു മനുഷ്യനെയും പുറത്തു ചാടിക്കരുത്. മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുണ്ട്. ആ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ നാട് കടത്തിയ രാജ്യമാണ് റഷ്യ, അല്ലെങ്കിൽ ആ മ്യാൻമർ. അതോടൊപ്പം ഉറുഗ്യൻ മുസ്ലിമീങ്ങളായ വംശജരെ റഷ്യ നാട് കടത്തി അഭയാർത്ഥികളാക്കി. ലോകത്ത് ലക്ഷോപലക്ഷം അഭയാർത്ഥികളുണ്ട്, ലക്ഷോപലക്ഷം അഭയാർത്ഥികൾ. മ്യാൻമറിൽ നാടുകടത്തപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഇന്നും കരക്കണയാതെ അവർ കപ്പലിൽ, തോണിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഇന്ത്യക്ക് വേണ്ട, പാകിസ്ഥാന് വേണ്ട, ബംഗ്ലാദേശിന് വേണ്ട, അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യം ആ രാജ്യത്തിലുള്ള മനുഷ്യരെ ആട്ടിപ്പുറത്താക്കുമ്പോ, അവിടെയുള്ള പൗരന്മാരെല്ലാതായി അവരെ കെടിക്കപ്പെടുമ്പോ അവർക്ക് നാടില്ലാതെ പോവുകയാണ്, അവർക്ക് വീടില്ലാതെ പോവുകയാണ്.
അവരിലെ ഏതോ ഒരു ജന്മങ്ങൾ എന്തോ ഒരു നുഴഞ്ഞുകയറ്റമാണോ അല്ലെങ്കിൽ അല്ലേതായോ ആ നാട്ടിലെത്തി എന്നതിന്റെ പേരിൽ അടുത്ത ജന്മം എന്ത് തെറ്റ് ചെയ്തു തീർച്ചയായും ആ മനുഷ്യർക്കും അവർക്കും വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവർക്കും അവകാശങ്ങളുണ്ട്. ആ മനുഷ്യ അവകാശങ്ങളെ കൃത്യമായി നാം അവർക്ക് വിനിയോഗിച്ചു കൊടുത്തേ മതിയാകൂ എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഓരോ യുദ്ധത്തിലും പിടിക്കപ്പെടുന്ന കുറ്റവാളികളുണ്ട്, ഓരോ യുദ്ധത്തിലും പിടിക്കപ്പെടുന്നവരുണ്ട്. ആ പിടിക്കപ്പെടുന്നവരെ ചിലപ്പോൾ അടിമകളാക്കി മാറ്റുകയും ചെയ്യാറുണ്ട്. ഇസ്രായേൽ രാജ്യം പലസ്തീനോട് പറഞ്ഞത്, അവിടെ നിങ്ങൾ അവിടെ നിങ്ങൾ പിടിക്കപ്പെട്ട മോചിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ മോചിപ്പിച്ചാൽ വെടിനിർത്താമെന്നാണ്. ആ വെടിനിർത്താമെന്ന് പിന്നെ ഇസ്രായേൽ പറയുന്നു എങ്കിൽ ഓരോ രാജ്യത്തിലെയും പട്ടാളക്കാരാവട്ടെ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടവരാവട്ടെ ആ മനുഷ്യനെ നിങ്ങൾ കൊന്നുകളയാൻ പാടില്ല. വിശുദ്ധ ഇസ്ലാം അടിമത്ത സംസ്കാരത്തെ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല. എന്താണ് കാരണം? യുദ്ധങ്ങൾ കുറയാനത് കാരണമാണ്. എങ്ങനെയാണ് അടിമ വ്യവസ്ഥിതി നിരോധിക്കാതിരുന്നാൽ യുദ്ധങ്ങൾ കുറയുക? ഇപ്പോൾ ഇസ്രായേലും പലസ്തീനിലും യുദ്ധം നടക്കുന്നു. ഇസ്രായേലിലെ പട്ടാളക്കാരെ പലസ്തീനിലെ ഹമാസിന്റെ പട്ടാളം രാജ്യം പിടിച്ചു വെക്കുകയാണ്. അവരെ കൊല്ലുന്നില്ല, വേദനിപ്പിക്കുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ അടിമകളായി അവിടെ നിൽക്കും. ആ അടിമകളായി നിന്നാൽ അവരുടെ നാട്ടിലേക്കോ അവർ വീട്ടിലേക്കോ പോകാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ പട്ടാളത്തിലേക്ക് ആളുകൾ കുറയുമ്പോൾ യുദ്ധം വേണ്ടതുപോലെ മുന്നോട്ട് പോവില്ല. യുദ്ധം വേണ്ടതുപോലെ മുന്നോട്ട് പോവാതിരുന്നാൽ രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉണ്ടാകും. സഹകരണം ഉണ്ടായാൽ മനുഷ്യർക്കിടയിൽ സമാധാനം ഉണ്ടാകും. വിശുദ്ധ ഇസ്ലാം അടിമ വ്യവസ്ഥിതിയെ പൂർണ്ണമായും നിരോധിക്കാത്തതിന്റെ കാരണം ഇതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. അവിടെ രക്തരൂക്ഷിത വിപ്ലവം ഉണ്ടായാൽ പിടിക്കപ്പെടുന്നവരെ മുഴുവനും അടിമകളാക്കി വെക്കും. എന്നിട്ട് അവരെ വില കൽപ്പിച്ച് അടുത്ത വീട്ടിലെ കർഷകനായും തൊഴിലാളിയായും അവർ പരസ്പരം കൈമാറിപ്പോകും. ഇങ്ങനെ അടിമ വ്യവസ്ഥിതി അന്നുണ്ടായിരുന്നു. ആ അടിമ വ്യവസ്ഥയെ ലഘൂകരിച്ചിട്ട് വിശുദ്ധ ഇസ്ലാം മാനദണ്ഡങ്ങൾ പുറത്തിറക്കി. ഞാൻ പറയുന്നത് മനുഷ്യന് ഉപകാരപ്പെടുന്ന നിയമവ്യവസ്ഥിതികൾ മാത്രമാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകത്ത് സമാധാനം നിലനിൽക്കുക എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ, അശരണോട് കരുണ കാണിക്കാൻ, രോഗികളോട് ആലംബഹീനോട് അനുകമ്പ കാണിക്കാൻ വിശുദ്ധ ഇസ്ലാം പറഞ്ഞില്ലേ? ആ പറഞ്ഞ വാക്യവാദങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നില്ലേ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിൽ മുതിർന്ന സഹാബാക്കളെ തന്റെ ചുറ്റുഭാഗത്തും ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ. വിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. ഈ വിശുദ്ധമായ റജബ് മാസത്തിന്റെ പുണ്യങ്ങൾ നമുക്കറിയാം. റജബൻ സഹറുല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത 7-ാം തീയതി ഇംഗ്ലീഷ് മാസം ഫെബ്രുവരി 7-ന് രാത്രിയിൽ നോമ്പെടുത്ത് 8-ാം തീയതി പകലിൽ നോമ്പ് നോക്കേണ്ടവരാണ് നമ്മൾ. ഇസ്രാഇന്റെ രാത്രിയാണത്. ആ ഇസ്രാഇന്റെ രാത്രിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ആകാശങ്ങൾ കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു, സ്വർഗം കണ്ടു, അനുഗ്രഹങ്ങൾ കണ്ടു, നരകങ്ങൾ കണ്ടു, അവിടെയുള്ള ഭീതിതമായ അന്തരീക്ഷങ്ങൾ കണ്ടു. എല്ലാം കണ്ട് അവസാനം സിദ്റത്തുൽ മുന്തഹയുടെ അടുത്തെത്തി. സിദ്റത്തുൽ മുന്തഹയുടെ അടുത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, റസൂലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അലൗട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ അല്ലാഹുവിനെ കാണാനും പടച്ചവനോട് അഭിമുഖ സംഭാഷണം നടത്താനും ഒറ്റക്ക് പോവണം. മക്ക മുതൽ മസ്ജിദുൽ അഖ്സ വരെയും അവിടെ നിന്ന് 7 ആകാശവും സ്വർഗവും നരകവും അതിന്റെ അത്ഭുതങ്ങളെല്ലാം കാണാനും
വിശദീകരിച്ച് പറഞ്ഞു തരാനും കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. ഈ സിദ്റത്തുൽ മുന്തഹയുടെ അടുത്ത് അങ്ങോട്ട് നിങ്ങൾ ഒറ്റക്ക് പോകണമെന്നാണ് പറയുന്നത്, ഒറ്റക്ക് പോകണമെന്നാണ് പറയുന്നത്. ഞാൻ വന്നാൽ ഞാൻ കരിഞ്ഞ് ചാമ്പലായി പോകും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സിദ്റത്തുൽ മുന്തഹയുടെ അടുക്കൽ വെച്ചിട്ട് ഓർക്കുന്നൊരു വ്യക്തിത്വമുണ്ട്. അതാണ് മഹാനായ അബൂ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ എന്റെ അബൂബക്കർ എന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കരിഞ്ഞ് ചാമ്പലായി വെണ്ണീരായാലും പ്രശ്നമില്ല, നിങ്ങളുടെ കൂടെ ഞാൻ വരുമായിരുന്നു എന്ന് അബൂബക്കർ പറയുമായിരുന്നു എന്ന് ഏഴാം ആകാശത്തിന്റെ അപ്പുറത്ത് സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു പോവുകയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കളുടെ സദസ്സിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പ് നോറ്റവനായി നേരം വെളുത്തത്? നോമ്പെന്ന് പറയുന്നത് നോമ്പ് നോറ്റവനും പടച്ചവനും മാത്രം അറിയുന്ന രഹസ്യമായ ഇബാദത്താണ്, ഐച്ഛികമായ ഒരു ഇബാദത്താണ്. ആ നോമ്പ് നിങ്ങളിൽ എടുത്തവൻ ആരാണ്? ഉടനെ തന്നെ ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പ് എടുത്ത ആളാണ്. അടുത്ത ചോദ്യം, അടുത്ത 3 ചോദ്യങ്ങളും പ്രസക്തമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ തബിയ മിൻകുൽ യൗമ ജനാസ, ഇന്നൊരു ജനാസയെ പിന്തുടർന്നവൻ ആരാണ്? പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ അതോടുകൂടെ അയാളുടെ കഥ കഴിഞ്ഞല്ലോ. അയാൾ ഇനി പള്ളിയിൽ വരൂല, കല്യാണത്തിന് വരൂല, കുടുംബ വീട്ടിൽ വരാൻ കഴിയില്ല. അയാൾ ഇനി കബറിലാണ്, ആറടി മണ്ണിലാണ്. ആ മനുഷ്യൻ ഇന്നലെ വരെ പള്ളിയിൽ ളുഹ്റിന് ജമാഅത്തുണ്ട ആളാണ്, കല്യാണ വീട്ടിൽ സജീവമായ ആളാണ്, മസ്ലഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ രോഗിയായി കുറച്ച് 6 മാസം കിടന്നുപോയപ്പോൾ അതിന് മുന്നേയും അങ്ങനെ തന്നെയാണ്. ആ മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ മരിച്ച ദിവസം കടകൾ ഓഫാണ്, മറ്റ് ജോലികൾ പോവാതിരിക്കുകയാണ്. എല്ലാവരും ആ മനുഷ്യന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്, ഇവിടുന്ന് ഖുർആൻ ഓതുകയാണ്, ആ മനുഷ്യനെ കുളിപ്പിക്കാൻ എടുക്കുകയാണ്, ആ മനുഷ്യനെ കഫൻ ചെയ്യുകയാണ്, ആ മനുഷ്യനെ മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് ഇല്ലല്ലാ ചൊല്ലി പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ നാട്ടുകാർ മുഴുവനും ആ മനുഷ്യനെ റെക്കമെൻഡ് ചെയ്ത് നിസ്കരിക്കുകയാണ്. അതിനുശേഷം കബറൊരുങ്ങി ആ കബറിൽ വെക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. എല്ലാവരും 2 കൈകളെ കൊണ്ടും മണ്ണുവാരി ആ മനുഷ്യന്റെ കബറിലേക്ക് ഇടുകയാണ്. തൽക്കീൻ ചൊല്ലി തസ്ബീഹ് ചൊല്ലി ആ മനുഷ്യന് വേണ്ടി കൂട്ടമായി ദുആ ചെയ്ത് അതിനുശേഷം സൂറത്തുൽ മുൽക്ക് ചൊല്ലിയിട്ട് സലാത്തും ചൊല്ലി പിരിഞ്ഞ് കുടുംബ വീട്ടിലേക്ക് വരികയാണ്. ഇതാണ് സാധാരണ ഒരു മനുഷ്യന്റെ കഥ കഴിഞ്ഞാൽ, മനുഷ്യൻ മരിച്ചാൽ മറ്റു മനുഷ്യന്മാരും വിശ്വാസികളും ചെയ്യുന്ന പ്രക്രിയയെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അത് അസ്തമിച്ചു പോയിട്ടുണ്ട്. ഒരാൾ മരിച്ചു പോയല്ലോ, മയ്യത്തൊന്ന് കണ്ടു കാണാം, മയ്യത്ത് കാണുന്നു, വേണമെങ്കിൽ യാസീൻ ഓതുന്നു, തിരിച്ചു വരുന്നു, ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നു. പഴയ കാലത്ത് അങ്ങനെയല്ല. ഇന്നും മലപ്പുറം ജില്ലകളിൽ അത്തരത്തിലുള്ള മഹത്തായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യനെ അനുഗമിക്കുക എന്ന് റസൂലുള്ള പറഞ്ഞത്, ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാവണം, കഫൻ ചെയ്യുമ്പോ, ദഫൻ ചെയ്യുമ്പോ, നിസ്കരിക്കുമ്പോ എല്ലാ സമയത്തും മയ്യത്തിനെ അനുഗമിച്ചവൻ ആരാണ്? ഉടനെ എഴുന്നേൽക്കുന്നു അബൂബക്കർ സിദ്ദീഖ്, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചകരെ, ഞാനിന്നൊരു മയ്യത്തിനെ ചെന്ന് കണ്ടു, ആ മയ്യത്തിനെ കുളിപ്പിച്ചു, ആ മയ്യത്തിനെ കഫൻ ചെയ്തു, ആ മയ്യത്തിനെ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ചു, ആ മയ്യത്തിനെ കഫൻ ചെയ്ത് ദഫൻ ചെയ്ത് എല്ലാ പ്രക്രിയകളിലും ഞാൻ ഉണ്ടായി എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, മൻ അത്അമ മിൻകുൽ യൗമ മിസ്കീനാ,
ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ട മിസ്കീനിനെ ഭക്ഷിപ്പിച്ചവൻ ആരാണ്? ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ട മിസ്കീനിനെ ഭക്ഷിപ്പിച്ചവൻ ആരാണ്? തീർച്ചയായും നമ്മൾ നല്ല സൽക്കാരപ്രിയരാവണം. വീട്ടിലേക്ക് മുഅ്മിനീങ്ങളെ കൊണ്ടുവന്ന്, പാവപ്പെട്ടവരെ കൊണ്ടുവന്ന് ഭക്ഷിപ്പിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ല സൽക്കാരപ്രിയനായിരുന്നു. തുടർച്ചയായി എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ അതിഥികൾ ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുന്നേ കൂത്തുപറമ്പ് ജുമാഅത്ത് പള്ളിയിൽ ഖത്തീബായി മുദരിസായി സേവനം ചെയ്തു വരികയായിരുന്നു കൂത്തുപറമ്പ് MP ബാവുമുസ്ലിയാർ മഖ്ദൂം. ആ ഉസ്താദിന്റെ വീട്ടിൽ എത്താത്ത നേതാക്കളും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നില്ല. സൽക്കാരപ്രിയനാണ് ബാവുമുസ്ലിയാരെന്ന് എന്നോട് പറഞ്ഞത് മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് അവരുകളാണ്. അള്ളാഹു ഇരുവരുടെയും ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബാവുസ്താദിന്റെ നാമധേയത്തിൽ ആരംഭിച്ച കൂത്തൂർ മഖ്ദൂമിയ സ്ഥാപനങ്ങളുടെ സമ്മേളനമാണ് ഫെബ്രുവരി 16, 17, 18 തീയതികളിൽ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ എല്ലാവരെയും ഔദ്യോഗികമായി ആ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഭക്ഷണം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. റമദാനിൽ ഏതെങ്കിലും പാവപ്പെട്ടവനെ നമ്മൾ നോമ്പ് തുറപ്പിക്കണം, അത്താഴം കൊടുക്കണം, മുത്താലിമിനെ വീട്ടിൽ കൊണ്ടുവന്നവർക്ക് സുഭിക്ഷമായി ഭക്ഷിപ്പിക്കണം. അതിന് കൂടുതലൊന്നും ഉണ്ടാക്കേണ്ടതില്ല. നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി ഉണ്ടാക്കിയാൽ ഒരു പാവപ്പെട്ടവന് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തന്റെ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ അവിടെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്ന്, അത്വഇമത്താം, നിങ്ങൾ എല്ലാവരെയും ഭക്ഷിപ്പിക്കുക എന്നായിരുന്നു. ഭക്ഷിപ്പിക്കുക. മദീനത്ത്, മക്കത്ത് റമദാനിലൊക്കെ പോയാൽ, അല്ലാത്ത സമയത്തും പോയാൽ എത്രയാണ് അറബികൾ ഭക്ഷണം വീട്ടിൽ നിന്ന് പാകം ചെയ്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത് എല്ലാ ദിവസവും, നോമ്പിന്റെ മുഴുവൻ ദിവസങ്ങളിലും. അതോടൊപ്പം 24 മണിക്കൂറും 365 ദിവസവും മദീനത്തെ പള്ളിയിൽ നോമ്പല്ലാത്ത കാലത്ത് പകലിലും ചായ കൊടുക്കുന്ന, കാവ് കൊടുക്കുന്ന എത്രയാണ് നല്ല അറബികൾ. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അതൊക്കെ ഭക്ഷണം കൊടുപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനുള്ള നല്ല മനസ്സാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുപ്പിച്ചിട്ടുണ്ടോ എന്നാണ് റസൂലുള്ളാഹി ചോദിക്കുന്നത്. ഉത്തരം പറയാൻ എഴുന്നേറ്റ് നിൽക്കുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂന്നാമതും എഴുന്നേറ്റ് വന്നു. മൂന്നാമത്തെ ചോദ്യം, ഫമൻ ആദ മിൻകുമുൽ മരീദ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്നൊരു രോഗിയെ ചെന്ന് കണ്ടവൻ ആരാണ്? ഇന്നൊരു രോഗിയെ ചെന്ന് കണ്ടവൻ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുമ്പോ ഉത്തരം പറയാൻ മഹാനായ അബൂ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. ഞാനിന്ന് ഒരു രോഗിയെ പരിചരിച്ച, ഒരു രോഗിയെ കണ്ട് പരിചരണം നടത്തി ആശ്വാസം കൊടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഉത്തരം പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത സ്ഥാനം അറിയുമോ മുഅ്മിനീങ്ങളെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ സ്വർഗത്തിലൂടെ ഇങ്ങനെ വിലസി നടക്കുകയാണ്. ആ സമയത്ത് ബഹുമാന്യരായ താത്തൂർ തങ്ങൾ, അല്ലാഹു ആഫിയത്ത് ദീർഘായുസ് നൽകുമാറാവട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ദുആ ചെയ്ത് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ ആ സ്വർഗത്തിന്റെ നടുവിലൂടെ അതാ ഒരു പാലിന്റെ അരുവി ഇങ്ങനെ കളകളാരവും ഒച്ചയാക്കി പോവുകയാണ്, ഒഴുകിപ്പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി ചോദിച്ചു, യാ ജിബ്രീൽ, ഇത് ആരുടേതാണ്? ഇതെവിടെന്നാണ്? നമ്മൾ കേട്ടിട്ടില്ലേ, ഇതെവിടെന്നാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നമുക്ക് പോയി നോക്കാം. സ്വർഗത്തിന്റെ
നടുവിലൂടെ ജിബ്രീലും റസൂലുള്ള ഇങ്ങനെ നടന്ന് കുറെ അങ്ങെത്തിയപ്പോ അതാ വലിയൊരു വെള്ള കൊട്ടാരം കാണുകയാണ്. യാ റസൂലുള്ള ചോദിക്കുകയാണ്, യാ ജിബ്രീൽ, ഇതാരുടേതാണ്? ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ഇത് മറ്റാരുടേതുമല്ല, അങ്ങയെ നിഴൽ പോലെ പിന്തുടർന്ന, അങ്ങയെ വിശുദ്ധ ഇസ്ലാമിനെ ആദ്യമായി ഉൾക്കൊണ്ട, അങ്ങ് പറയുന്നതെല്ലാം സത്യമാണെന്ന് വാസ്തവീകരിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ് ഈ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ നടുവിൽ നിന്നാണ് സ്വർഗത്തിലെ കോടാനുകോടി മനുഷ്യർ കുടിക്കുന്ന ഈ പാലരുവി ഒഴുകി വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് മറുപടി പറയുകയാണ്, ഓ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ സ്ഥാനമാനങ്ങളെല്ലാം കിട്ടാൻ കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഈ മഹത്തായ കാര്യങ്ങളൊന്നും ഒഴിവാക്കാത്ത വ്യക്തിയാണ്, സുന്നത്ത് നോമ്പെടുക്കുന്ന വ്യക്തിയാണ്, പാവങ്ങളെ ഭക്ഷിപ്പിക്കുന്ന മഹത്തരമായ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഒരാള് മരിച്ചാൽ ആ മരിച്ച ചടങ്ങിൽ മുഴുവനും പങ്കെടുത്ത് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം രോഗികളായ ആളുകളുണ്ട്, അവരെ ചെന്ന് കണ്ട് ആശ്രയിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം നിർത്തുകയാണ്. ഈ പ്രഭാഷണത്തിന്റെ ചെറിയൊരു അലയൊലികൾ എന്റെ മുഅ്മിനീങ്ങളുടെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തും ഉണ്ടാവണം. രോഗികൾ എവിടെയുണ്ടെങ്കിലും ചെന്ന് കാണാൻ നമ്മൾ മനസ്സ് വെക്കണം. രോഗികൾ എവിടെയുണ്ടെങ്കിലും, കുടുംബമാണെങ്കിലും അല്ലാതെയാണെങ്കിലും, മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ചെന്ന് കാണാൻ മനസ്സ് വെക്കണം. അങ്ങനെ ആ രോഗികൾക്ക് ആശ്വാസം നൽകണം, അവർക്ക് സാന്ത്വനം നൽകണം. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ സൗരഭ്യമുള്ള ആശയത്തെ നാം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.